ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തീർച്ചയായിട്ടും കുഞ്ഞുണ്ണി കവിതകൾ എന്ന് പറഞ്ഞാൽ എല്ലാ മലയാളികൾക്കും അത്രമാത്രം ഇഷ്ടപ്പെടുന്ന കവിതകളാണ്. അത് ഒരു വരിയായിട്ടും അല്ലെ, ഒരു മൂളൽ പോലും അതിൻ്റെ അകത്ത് അർത്ഥം ഉൾക്കൊള്ളുന്ന രീതിയിൽ കുഞ്ഞുണ്ണി മാഷിനെ കൊണ്ട് നമുക്ക് പ്രയോജനകരമാകുന്നു എന്നുള്ളതാണ് സത്യം. അപ്പൊ കുഞ്ഞുണ്ണി കവിതകളുടെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കവിതകൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ലക്ഷ്മൺ സാർ ചെയ്തിരുന്നു. ലക്ഷ്മൺ സാർ കോട്ടയം സ്വദേശിയാണ്. മെഡിക്കൽ കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ ഉദ്യോഗസ്ഥനായിരുന്നു, റിട്ടയർ ചെയ്തു. ഇപ്പൊ മറ്റൊരു മെഡിക്കൽ കോളേജിലെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ജോലി ചെയ്യുന്നു. ഇപ്പൊ സാറും കുഞ്ഞുണ്ണി മാഷുമായിട്ട് എനിക്ക് നല്ല അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. ഒത്തിരി കവിതകൾ പാടാനും അത് കൃത്യമായിട്ട് അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി പറയാനും ഒക്കെ സാറിൻ്റെ ഒരു വ്യക്തമായ കഴിവുണ്ട്. അപ്പൊ ഇന്ന് നമ്മളെ കുഞ്ഞുണ്ണി കവിതകളിലെ തത്വചിന്തകളെ കുറിച്ചാണ് പഠിക്കുന്നത്. എത്ര ചിന്താത്മകമായിട്ടുള്ള കാര്യങ്ങളാണ്, തത്വങ്ങളാണ് അദ്ദേഹം ഈ കവിതകളിലൂടെ നമ്മൾക്ക് പൊതുസമൂഹത്തിന് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ലക്ഷ്മൺ സാർ നമ്മൾ പറയുന്നത്. അപ്പൊ ഇന്നത്തെ മ്യൂസിക് തെറാപ്പിയുടെ ഈ ദിവസത്തേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം അവരുടെ പ്രിയപ്പെട്ട ലക്ഷ്മൺ സാറിനെ. ലക്ഷ്മൺ സാർ, യു ആർ വെൽക്കം. സാബു സാർ, സന്തോഷം, നന്ദി. ഇന്ന് വന്നിരിക്കുന്ന എല്ലാ പാർട്ടിസിപ്പൻസിനും സ്വാഗതം. നമ്മള് ഇന്നിവിടെ അന്ന് കഴിഞ്ഞ തവണ അവതരിപ്പിച്ചതിനേക്കാൾ ലേശം കൂടെ ഗൗരവമുള്ള, കുറച്ചുകൂടെ ചിന്തിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കവിതകളാണ്. കുഞ്ഞുണ്ണി മാഷ് എഴുതിയിട്ടുള്ളത് തന്നെയാണ്. എങ്കിലും കഴിഞ്ഞ 25-ാം തീയതി 26 മെയില് പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി ഇതിന്റെ ആദ്യ ഭാഗം കുറച്ച്, അത് ഇൻട്രൊഡക്ഷൻ കുറച്ചുകൂടെ വരുന്നുണ്ട്. തത്വചിന്ത കുഞ്ഞുണ്ണി കവിതകളിലൂടെ എങ്ങനെ സാമൂഹികമാവുന്നു എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. സാബു കേരളത്തിന് നന്ദി, സന്തോഷം അറിയിക്കുന്നു. 26-5-24 നമ്മൾ കുഞ്ഞുണ്ണി കവിതകളിലെ സർഗാത്മകതയും കുട്ടിത്തവും ഒക്കെ നന്നായി പറഞ്ഞു വെച്ചു. അത് കൂട്ടുകാർ ഓർക്കുന്നുണ്ടാവും. ഒന്നാം ഭാഗത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇതിലും വന്നേക്കാം, ആവർത്തനമെന്ന് കരുതണ്ട. കുഞ്ഞുണ്ണി മാഷ് ബ്രഹ്മാണ്ടത്തിൽ, ഭൂഗോളത്തിൽ, പഞ്ചമഹാവൻകരയിൽ, ഏഷ്യയിങ്കൽ, ഇന്ത്യയിങ്കൽ, കേരളത്തിങ്കൽ, തൃശൂരിങ്കൽ, പള്ളിപ്രത്തതിയാരത്തെന്ന വീട്ടിൽ നാരായണി കുഞ്ഞുണ്ണി ഞാൻ, PO വലപ്പാട്. അതാണ് കുഞ്ഞുണ്ണി മാഷ്. ബ്രഹ്മാണ്ടത്തിൽ, ഭൂഗോളത്തിൽ, പഞ്ചമഹാവൻകരയിൽ, ഏഷ്യയിങ്കൽ, ഇന്ത്യയിങ്കൽ, കേരളത്തിങ്കൽ, തൃശൂരിങ്കൽ, പള്ളിപ്രത്തതിയാരത്തെന്ന വീട്ടിൽ നാരായണി കുഞ്ഞുണ്ണി ഞാൻ, PO വലപ്പാട്. ഒരു പരിചയപ്പെടുത്തലാണ്, അഡ്രസ്സാണ്. അദ്ദേഹം തന്നെ എഴുതിയിട്ടുള്ള കവിതയിൽ ആരാണ് കുഞ്ഞുണ്ണി എന്ന് ചോദിക്കുമ്പോൾ പറയുന്നതാണ് അദ്ദേഹം. കുഞ്ഞുണ്ണി എന്ന കവി നമുക്ക് ഏവർക്കും സുപരിചിതനാണ്. സാബു സാർ പറഞ്ഞല്ലോ. കുഞ്ഞുണ്ണി മാഷ് തൃശ്ശൂർ ജില്ലയിലെ വലപ്പാടിൽ 10/5/27 ജനിച്ചു. 10/5/1927 മെയ് 10. കവിയും ഭാഷാ പണ്ഡിതനുമായിരുന്നു. അതിയാരത്ത് തേറമ്പിൽ കുഞ്ഞുണ്ണി നായർ, അല്ലെങ്കിൽ വിദ്വാൻ A കുഞ്ഞുണ്ണി നായർ, ഇത്തരം പേരുകളൊന്നും സ്വീകരിക്കാതെ സ്വയമായി കുഞ്ഞു പേര്, കുഞ്ഞുണ്ണി എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചു. ഞാൻ കുഞ്ഞുണ്ണി, എൻ്റെ അമ്മ നാരായണി, അമ്മമ്മ പാറുക്കുട്ടി, അമ്മമ്മയുടെ അമ്മയോ, ഇതാണ് എൻ്റെ അറിവിന്റെ പരിധി. അതിന് മേലെ ഉള്ള ആൾക്കാരുടെ പേര് ആർക്കും ഓർക്കാൻ പറ്റില്ലല്ലോ. ഓർമ്മയുടെ പരിധി അത് നേര് പറയുന്നു, അതാണ് കുഞ്ഞുണ്ണി. അതിയാരത്ത് നാരായണി അമ്മയുടെയും ഞായപ്പള്ളി ഇല്ലത്ത് നീലകണ്ഠൻ മൂസതിന്റെയും മകനാണ് കുഞ്ഞുണ്ണി. കോഴിക്കോട് രാമകൃഷ്ണൻ മിഷൻ ഹൈസ്കൂളിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. സീനിയർ മലയാളം പണ്ഡിറ്റ്, അധ്യാപകൻ, പത്രപ്രവർത്തകൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. സ്വന്തം പേരിലും രൂപത്തിലും നിറഞ്ഞു നിൽക്കുന്ന ചെറുപ്പം. വൈദ്യ കുടുംബത്തിൽ പിറന്ന കുഞ്ഞുണ്ണി മാഷ് അധ്യാപനത്തിലും എഴുത്തിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. കുഞ്ഞുണ്ണി കവിത അറിയുവാനും അനുഭവിക്കാനും തന്നെയുള്ളവയാണ്. ആത്മാവിഷ്കാരത്തിലൂടെയാണ് അദ്ദേഹം സമൂഹത്തെ പുത്തൻ കാഴ്ചകളിലേക്കും ബോധ്യങ്ങളിലേക്കും നയിച്ചത്. സ്വന്തം ജീവിതം ആ കവിതകളിലെല്ലാം പ്രതിഫലിച്ചു കാണും. ആർഭാടങ്ങളില്ലാത്ത ലളിത ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിന്റെ പല കവിതകളും അതിശയോക്തിയുടെ ഭാവതലങ്ങളുണ്ട്. അത് കാച്ചിക്കുറുക്കിയ വാക്കുകളിലൂടെയാണ് അവതരിപ്പിക്കുന്നത്. പലതും ഹൈക്കു കവിതകളുടെ ഒരു രീതിയിലാണ് കവിതകൾ അവലംബിച്ചിരിക്കുന്നത്. സാധാരണക്കാർ ചിന്തിക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായാണ് കുഞ്ഞുണ്ണിയുടെ ചിന്തകൾ. അതുകൊണ്ട് അത് ഏറെ ശ്രദ്ധിക്കപ്പെടും. ചുരുങ്ങിയ വാക്കുകളിൽ ഗഹനമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. കവിത എഴുത്ത് കണ്ടുകിട്ടലാണ്, അതാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് മനസ്സിന്റെ കണ്ടെത്തലുകളാണ്. തന്നെത്തന്നെയും സമൂഹത്തെയും പ്രപഞ്ചത്തെയും കണ്ടെത്തുകയാണ്. ഇത്തരം ചില കണ്ടെത്തലുകൾ
സാമൂഹ്യ പരിവർത്തനത്തിന് വഴിതെളിക്കുന്നു. നർമ്മബോധം തുളുമ്പുന്ന ലഘു കവിതകളും വാങ്മയ രേഖാചിത്രങ്ങളും ആപ്തവാക്യങ്ങളായ ഈരടികളും കുട്ടിക്കവിതകളും ഒക്കെ രചിച്ചിരുന്നു. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ബാലപംക്തി അനായാസം കൈകാര്യം ചെയ്തിരുന്നു. പദങ്ങൾക്ക് വിവിധ അർത്ഥതലങ്ങൾ കൊടുക്കുന്ന വൈരുദ്ധ്യാത്മകമായ ഒരു ധ്വനിവിശേഷം, ഐറണി, കണ്ണു തുറക്കുന്ന കുഞ്ഞുണ്ണി കവിതകൾ. താൻ അഭിവാദനാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്ന നർമ്മഭാഷ. ജീവിതം മറ്റൊരാൾക്കും പകുക്കാൻ തികയാഞ്ഞ് ഞാൻ എന്നെ തന്നെ വേളി കഴിച്ചു കൂട്ടിയിടുന്നു. ജീവിതം മറ്റൊരാൾക്കും പകുക്കാൻ തികയാഞ്ഞ് ഞാൻ എന്നെ തന്നെ വേളി കഴിച്ചു കൂടിയിടുന്നു. ഹിമാലയം കാണുക, ആ പർവ്വതത്തിന്റെ മുന്നിൽ കയ്യും കെട്ടി നിൽക്കുക കുഞ്ഞിന്നയുടെ ഒരു ജീവിത അഭിലാഷമായിരുന്നു. ജീവിത സായാഹ്നത്തിൽ അദ്ദേഹം അത് സാധിക്കുകയും ചെയ്തിട്ടാണ് പോകുന്നത്. വിശ്രമകാലത്തും വാർദ്ധക്യകാലത്തും ജീവിത അവസാനം വരെയൊക്കെ കുട്ടികളും മനസ്സ് നിറയെ മയിൽപീലിയും കുന്നിക്കുരുവും കിലുക്കാമ്പെട്ടിയും വളപ്പൊട്ടും ഒക്കെ ഓടി നടന്നു കഴിഞ്ഞിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു വളപ്പൊട്ടുണ്ടൻ കയ്യിൽ, ഒരു മയിൽപീലിയുണ്ടെന്നുള്ളിൽ, വിരസ നിമിഷങ്ങൾ സരസമാക്കാൻ ഇവ ധാരാളമാണ് എനിക്കെന്നും. ഒരു വളപ്പൊട്ടുണ്ടൻ കയ്യിൽ, ഒരു മയിൽപീലിയുണ്ടെന്നുള്ളിൽ, വിരസ നിമിഷങ്ങൾ സരസമാക്കാൻ ഇവ ധാരാളമാണ് എനിക്കെന്നും. 2006 മാർച്ച് 26 അദ്ദേഹം നമ്മെ വിട്ടുപിരിയുന്നത്. എനിക്ക് വിശക്കുമ്പോഴുണ്ണും ഞാൻ, ദാഹിക്കുമ്പോൾ കുടിക്കും, ക്ഷീണിക്കുമ്പോൾ ഉറങ്ങും, ഉറങ്ങുമ്പോൾ എഴുതും കവിതകൾ. എനിക്ക് വിശക്കുമ്പോൾ ഉണ്ണും ഞാൻ, ദാഹിക്കുമ്പോൾ കുടിക്കും, ക്ഷീണിക്കുമ്പോൾ ഉറങ്ങും, ഉറങ്ങുമ്പോൾ എഴുതും കവിതകൾ. കുഞ്ഞിനി മാഷ് കുടുംബത്തിലെ കുട്ടേട്ടൻ എന്നാണ് വിളിച്ചിരുന്നത്. അത് ബാലപംക്തിയിലും കുട്ടേട്ടനായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ കൃതികൾ ഊണ് തൊട്ടുറക്കം വരെ, പഴമൊഴി പത്തായം, കുഞ്ഞുണ്ണിയുടെ കവിതകൾ, അപ്പുപ്പൻ താടി, വിത്തും മുത്തും, കുട്ടിപ്പെൻസിൽ, നമ്പൂതിരി ഫലിതങ്ങൾ, രാഷ്ട്രീയം, കുട്ടികൾ പാടുന്നു, ഉണ്ടനും ഉണ്ടിയും, കുട്ടിക്കവിതകൾ, കളിക്കോപ്പ്, പഴഞ്ചൊല്ലുകൾ, 15-15, അക്ഷരത്തെറ്റ്, നോൺസെൻസ് കവിതകൾ, മുത്തുമണി, ചക്കരപ്പാവ, കുഞ്ഞുണ്ണി രാമായണം, കദളിപ്പഴം, നടത്തം, കലികാലം, ചെറിയ കുട്ടി കവിതകൾ, വലിയ കുട്ടി കവിതകൾ, എന്നിലൂടെ, ആത്മകഥയാണത്. ഇത്രയും പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്, ഏതാണ്ട് 25 പുസ്തകങ്ങളോളം. ഇന്ന് അവതരിപ്പിക്കുന്നത് നമുക്ക് നമ്മുടെ മലയാള സാഹിത്യത്തിനെ വിലമതിക്കാനാവാത്ത സംഭാവനകൾ അർപ്പിച്ച കുഞ്ഞുണ്ണികളുടെ രചനകളെ പഠന വിഷയമാക്കുന്ന ഒരു രീതിയാണ്. സരസവും ദാർശനികവുമായ കുഞ്ഞു വരികളിലൂടെ, കുഞ്ഞു വാക്കുകളിലൂടെ ചിരിയും ചിന്തയും ഉണർത്തുന്ന മാഷിന്റെ രചനകൾ. ഓരോ കവിതയും സമഗ്രമായി തന്നെ പഠന വിഷയമാക്കേണ്ടതാണ്. കുട്ടിത്തത്തിന്റെ വികടത്വം കവി ഉപേക്ഷിക്കുന്നില്ല. കുറച്ച് ഒറ്റവരി കവിതകളും നാക്കുളുക്കി കവിതകളും ഉണ്ടായിരുന്നുവല്ലോ. എന്നാൽ ഇന്ന് വളരെ ഗൗരവം നിറഞ്ഞ ഒരു കുഞ്ഞുണ്ണി വീക്ഷണം നോക്കാം, അല്ലെങ്കിൽ ഒരു വിശദ പഠനം തന്നെ ആവാം. ആശാന്റെയും വള്ളത്തോളിന്റെയും ഉള്ളൂരിന്റെയും ഒക്കെ കവിതകൾ പലതര സാഹിത്യകാരന്മാരും ബിരുദാനന്തര വിദ്യാർത്ഥിനികളും പഠന വിഷയമാക്കാറുണ്ട്. ഇപ്പോഴും ആ പ്രക്രിയ തുടരുന്നുണ്ട്. പക്ഷെ പിന്നീട് വന്ന വൈലോപ്പള്ളി, ചങ്ങമ്പുഴ, തുടർന്ന് ONV, സുഗത, അങ്ങനെ പല പ്രശസ്ത കവികളെയും അവര് പഠന വിഷയമാക്കുന്നുണ്ട്. കുഞ്ഞുണ്ണി മാഷെ ആരാണ് വിശദമായി പഠിച്ചിരിക്കുന്നത്? എന്റെ അറിവിലില്ല കേട്ടോ. ശ്രോതാക്കളൊന്ന് പറഞ്ഞു തരാമോ? ആരെങ്കിലും ഇതുപോലെ വിശദമായി പഠിച്ചിട്ടുള്ള, എനിക്കൊന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യരായ ഡോക്ടർ പൂമുള്ളി ശിവരാമൻ, പിന്നെ ഒരു പ്രകാശൻ എന്നിവര് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വിശദ പഠനത്തിന് കുറച്ച് കവിതകൾ ഒരു വിശദ പഠനത്തിനായി മുദ്രികയാണ്. ഇതിലെ പ്രധാന വാക്കുകൾ നമ്മൾ ഓർക്കേണ്ടത് സമൂഹം, തത്വചിന്ത, കുഞ്ഞുണ്ണി കവിത. ഈ വേർഡ്സ് ആണ് പറയുന്നത്. സമൂഹം, തത്വചിന്ത, കുഞ്ഞുണ്ണി കവിത. എന്താണ് തത്വചിന്ത? ഗൂഗിൾ ദൈവം പറയുന്നത് നോക്കൂ. ഗൂഗിൾ ദൈവം എന്ത് ചോദിച്ചാലും കിട്ടുന്ന ദൈവത്തിൽ നിന്നല്ലേ. അതുകൊണ്ട് ഗൂഗിളിനെ ഞാൻ ദൈവമാക്കിയതാണ്. അല്ലെ ചിലര് ഗൂഗിൾ അമ്മാവൻ എന്നും പറയാറുണ്ട്. ചിലർക്ക് അമ്മാവനാണ് സഹായം. അപ്പൊ നമ്മൾ അടിച്ചു കേട്ട് കഴിഞ്ഞാൽ അവൻ പറയും. Philosophy is a systematic study of general and fundamental questions concerning topics like existence, reason, knowledge, value, mind, and language. Philosophy is a systematic study of general and fundamental questions concerning topics like existence, reason, knowledge, value, mind, and language. It's a rational and critical inquiry that reflects on its own method
and assumptions. It's a rational and critical inquiry that reflects on its own methods and assumptions. അതിന്റെ വിവരണം ശാസ്ത്രീയമോ നിരീക്ഷണത്തിലോ കണിശമായി വിശദീകരിക്കാൻ സാധിക്കാത്ത പൊതുവിഷയങ്ങൾ അതേക്കുറിച്ചുള്ള യുക്തിപൂർവമായ പഠനമാണ് തത്വചിന്ത അഥവാ തത്വശാസ്ത്രം. നിലനിൽപ്പ് സന്മാർഗികതയിലേക്ക് നയിക്കുന്ന അറിവ്, യുക്തി, മനസ്സ്, സൗന്ദര്യം എന്നിവയെല്ലാം തത്വചിന്തയുടെ പഠന മേഖലകളാണ്. ജീവിതത്തെ അതിന്റെ സമഗ്രതയിൽ വ്യാഖ്യാനിക്കാനാണ് എല്ലാ തത്വചിന്തകരും ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സാമൂഹിക പെരുമാറ്റങ്ങളും ചോദനകളുമാണ് പ്രാധാന്യം വഹിക്കുന്നത്. അങ്ങനെ തത്വചിന്ത സാമൂഹ്യ ജീവിതത്തെ വ്യാഖ്യാനിക്കുന്ന ഒന്നായി മാറുന്നു. സാമൂഹ്യ വ്യവഹാരത്തെ തുറന്നു കാണിക്കാനുള്ള ശ്രമമാണ് കുഞ്ഞുണ്ണി മാഷ് നടത്തുന്നത്. സാമൂഹ്യ വ്യവഹാരത്തെ തുറന്നു കാണിക്കാനുള്ള ശ്രമം. കുഞ്ഞുണ്ണി കവിതകളിൽ ലാളിത്യത്തോടെ തത്വചിന്തയിലേക്ക് പ്രവേശിക്കുന്ന ഒരു രചനാ കൗതുകം കാണാനാവും. ലാളിത്യത്തിൽ നിന്ന് തത്വചിന്തയുടെ ഗരിമയിലേക്ക് സാവധാനം എത്തിച്ചേരുന്ന ഒരു മാജിക് നോക്കൂ. ഉദാഹരണത്തിന്, പൂച്ചയ്ക്കു പുറമുണ്ട് പുറം പൂച്ചിനകമില്ല. പൂച്ചയ്ക്കു പുറമുണ്ട് പുറം പൂച്ചിനകമില്ല. പുറംപൂച്ച എന്ന് പറയുമ്പോൾ ഒട്ടും കാതലില്ലാത്ത, ഉൾക്കാമ്പില്ലാത്ത അവസ്ഥയാണ്. ഇവിടെ വാക്കുകളുടെ ഒരു സാരല്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു. പൂച്ചയ്ക്ക് പുറമുണ്ട് പുറംപൂച്ചിന് അകമില്ല. ഇതിൽ നിന്ന് ജീവിതാവബോധത്തിന്റെ ശ്രേഷ്ഠതയിലേക്ക് നാം സാവകാശം എത്തിച്ചേരുന്നു. മനുഷ്യൻ എപ്പോഴും കഴിഞ്ഞ കാലത്തെ ഓർത്ത് ദുഃഖിക്കുന്നു, വരും കാലത്തെ ഓർത്ത് ഭയപ്പെട്ടും കഴിയുന്നു. അങ്ങനെ പലപ്പോഴും കഴിഞ്ഞ കാലത്തെ ഓർത്ത് ദുഃഖിച്ചും വരും കാലത്തെ ഓർത്ത് ഭയപ്പെട്ടും കഴിയേണ്ട കാര്യമില്ലെന്നാണ് കുഞ്ഞുണ്ണി മാഷ് പറയുന്നത്. ജീവിക്കുന്ന നിമിഷങ്ങളിലെ ആനന്ദം തൽഫലമായി അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. വർത്തമാനകാലത്ത് ജീവിക്കാത്ത ഒരാൾക്കും ജീവിതത്തിന്റെ സമാധാനം ആസ്വദിക്കാനാവില്ല. ഇതേക്കുറിച്ച് മാഷിന്റെ ചിന്തകൾ പങ്കുവയ്ക്കുന്ന ഇപ്രകാരമാണ്: കഴിഞ്ഞ കാര്യം ചിന്തിച്ചു ദുഃഖിച്ചിടുന്നു വിഡ്ഢികൾ. കഴിഞ്ഞ കാര്യം ചിന്തിച്ചു ദുഃഖിച്ചിടുന്നു വിഡ്ഢികൾ. വരുമാപത്ത് ചിന്തിച്ചു പേടിച്ചിടുന്നു വിഡ്ഢികൾ. വരുമാപത്ത് ചിന്തിച്ച് പേടിച്ചിടുന്നു വിഡ്ഢികൾ. ഇപ്പോൾ ചെയ്യേണ്ടതും ചെയ്യാതെ ആനന്ദിക്കുന്നു ബുദ്ധിമാൻ. ഇപ്പോൾ ചെയ്യേണ്ടതും ചെയ്യാതെ ആനന്ദിക്കുന്നു ബുദ്ധിമാൻ. വളരെ ലാഘവത്തോടെ പറയുന്ന ഇക്കാര്യം ഗൗരവമുള്ള ഒരു ജീവിത ദർശനമാണ്. കഴിഞ്ഞ കാലത്ത് സംഭവിച്ചതോർത്ത് നിരാശപ്പെട്ടിട്ട് ഫലമില്ലല്ലോ. ഭാവി കാര്യത്തെ ഓർത്ത് എന്ത് സംഭവിക്കും എന്ന് വിചാരിച്ച് ഉത്കണ്ഠപ്പെട്ടിട്ടും ഒരു കാര്യവുമില്ല. മറിച്ച് വർത്തമാനകാലത്തിന്റെ സൗന്ദര്യം ആസ്വദിച്ച് കഴിയുന്നതാണ് ബുദ്ധി എന്ന് കവി ഉപദേശിക്കുന്നു. The secret of health for both mind and body is not to mourn for the past, nor to worry about the future, but to live for the present moment wisely and earnestly. The secret of health for both mind and body is not to mourn for the past, nor to worry about the future, but to live the present moment wisely and earnestly. If you want to be happy, do not dwell in the past. Do not worry about the future. Focus on living fully in the present. If you want to be happy, do not dwell in the past. Do not worry about the future. Focus on living fully in the present. റോയ് ടി ബെന്നറ്റ് എന്ന് പറഞ്ഞ ഒരു തത്വചിന്തകൻ പറഞ്ഞ വാക്കുകളാണിത്. ഏതാണ്ട് ആ ലൈന് സമാനമാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ചെയ്യേണ്ടതും ചെയ്യാതെ ആനന്ദിക്കുന്നു ബുദ്ധിമാൻ. നിത്യവും യാഥാർത്ഥ്യവുമായതിന്റെ ഒരു അംശം മനുഷ്യ മനസ്സിനെ ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. വ്യക്തിബന്ധങ്ങളിൽ പോലും ഈ വസ്തുത നമുക്ക് മനസ്സിലാവുന്നതാണ്. കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ഒരു വ്യക്തി എന്തുകൊണ്ടിങ്ങനെ സംസാരിക്കുന്നു, എന്തുകൊണ്ടിങ്ങനെ പെരുമാറുന്നു എന്ന് കൃത്യമായി നമുക്ക് നിർവചിക്കാനാവില്ല. ഏറ്റവും അടുത്തറിയാവുന്ന ആൾ പോലും പറയുന്നത് പൂർണ്ണ സത്യമാവണമെന്നില്ല, മറിച്ച് ഒരു നിഗമനം മാത്രമാണ്. ഉദാഹരണത്തിന്, പാലിൻ വെളുപ്പോ വെളുപ്പ്, മുല്ലപ്പൂവിൻ വെളുപ്പോ വെളുപ്പ്, സാക്ഷാൽ വെളുപ്പ് ആരു കണ്ടു. പാലിൻ വെളുപ്പോ വെളുപ്പ്, മുല്ലപ്പൂവിൻ വെളുപ്പോ വെളുപ്പ്, സാക്ഷാൽ വെളുപ്പ് ആരു കണ്ടു. ഗഹനമായ ചിന്തകൾ ഉൾക്കൊള്ളുന്നതാണ് ഈ കവിത. വെളുപ്പ് എന്ന പ്രതിഭാസം യഥാർത്ഥത്തിൽ എന്താണ്? പാൽ വെളുത്തതാണെന്ന് പറയുന്നു, മുല്ലപ്പൂ വെളുപ്പാണെന്ന് പറയുന്നു, ആളുകളെ കണ്ടിട്ട് വെളുത്തവരെന്നും കറുത്തവരെന്നും പറയുന്നു. പരമ്പരാഗതമായി ഒരു സമൂഹം അനുവർത്തിച്ചു പോരുന്ന കാര്യങ്ങൾ അടിസ്ഥാനമാക്കി ഓരോന്നും നാം വിവേചിച്ചു പറയുന്നു. എന്നാൽ സത്യമായ യാഥാർത്ഥ്യത്തെ, സത്തയെ നാം മനസ്സിലാക്കിയിട്ടില്ല,
എന്നാണ് അർത്ഥം. സാക്ഷാൽ വെളുപ്പാര് കണ്ടു. സാധാരണ സാമൂഹിക ചുറ്റുപാടുകളിൽ നിന്നുമുള്ള ഉദാഹരണം കൊണ്ട് ആഴമേറിയ ഒരു ചിന്തയെ നിർവഹിച്ചിരിക്കുകയാണ് ഇവിടെ. തത്വചിന്തയുടെ പരിവേഷമണിഞ്ഞ കവി സാമൂഹിക വ്യവഹാരങ്ങളിൽ ഒരു ചാലക ശക്തിയായി വർത്തിക്കുന്നു. പ്ലേറ്റോയുടെ തത്വചിന്തകളെ താൻ അനുകൂലിക്കുകയും ആവശ്യം വേണ്ട തിരുത്തലുകളോടെ ഉൾക്കൊള്ളുകയും ചെയ്ത മറ്റൊരു തത്വചിന്തകനാണ് സെന്റ് അഗസ്റ്റിൻ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വിജ്ഞാന സമ്പത്തിന്റെ ദ്വിതീയ മാർഗം അന്തർജ്ഞാനം. സത്യം മനുഷ്യന്റെ ഉള്ളിൽ കുടികൊള്ളുന്നു. ഇവിടെ വിജ്ഞാനത്തിന്റെ വിഷയം ഇന്ദ്രിയ ഗോചരമല്ല, മനുഷ്യ മനസ്സിന് അതീതവുമാണ്. അവയെ തിരുത്താൻ അശേഷം ശ്രമിക്കാതെ അംഗീകരിക്കുക മാത്രമാണ് മനസ്സ് ചെയ്യുന്നത്. മറ്റൊരു രസകരമായ ഉദാഹരണം, 6ഉം 4ഉം ചേർന്ന 10 സാക്ഷാൽ 10 നിശ്ചയം. 6ഉം 4ഉം ചേർന്ന 10 സാക്ഷാൽ 10 നിശ്ചയം. 6ഉം 4ഉം 10. അത് കുഞ്ഞുണ്ണി മാഷ് പറയുന്നത് സാക്ഷാൽ 10. കുഞ്ഞുണ്ണി പോകുന്ന പോക്ക് കണ്ടോ? ഇവിടെ കുഞ്ഞുണ്ണി മാഷ് ഉന്നയിക്കുന്നത് ഒരു ദാർശനിക പ്രശ്നമാണ്. 6ഉം 4ഉം ചേർന്ന 10 സാക്ഷാൽ 10. ഗണിതശാസ്ത്ര പ്രശ്നമല്ല കേട്ടോ. ഗണിതശാസ്ത്രത്തിൽ ശരിയാണ്. 7ഉം 3ഉം ചേർന്നാൽ 10, 5ഉം 5ഉം ചേർന്നാൽ 10. ഇതിലേതാണ് ശരിയായ 10? 8ഉം 2ഉം ചേർന്നാൽ 10. ശരി എപ്പോഴും ഒന്നേ ഉള്ളൂ എന്നത് ഒരു പൊതുജീവിത തത്വമാണ്, സത്യമാണ്. 6ഉം 4ഉം ചേർന്നതാണ് എന്ന് കൃത്യമായി വിവരിക്കാൻ പറ്റുമോ? ഗണിതശാസ്ത്രം കണ്ടെത്തിയ ഒരു മാനദണ്ഡമാണ്. നമ്മളത് ആരോ ഗണിതശാസ്ത്രജ്ഞന്മാര് പറഞ്ഞ് നമ്മൾ മനസ്സിലിട്ടതങ്ങ് എന്താ പറയാ സത്യമായിട്ട് വിശ്വസിക്കുന്നു. കവി വിവക്ഷിക്കുന്നത് ഇതാണ്: മനുഷ്യരുടെ അളവുകളും മാനദണ്ഡങ്ങളും എല്ലായ്പ്പോഴും ശരിയാകണമെന്നില്ല. അതായത് 8ഉം 2ഉം 10 ആവാം, 6ഉം 4ഉം 10 ആവാം, 7ഉം 3ഉം 10 ആവാം. 6ഉം 4ഉം ചേർന്ന 10 സാക്ഷാൽ 10 നിശ്ചയം. വേറൊന്ന്, ഇനി സാധാരണ നാം ശ്രദ്ധിക്കാതെ പോകുന്ന നിത്യസംഭവങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു തത്വചിന്തയെ വെളിപ്പെടുത്തുന്ന ഒരു ഒന്നാന്തരം കവിത. ഇത് നമുക്ക് മനസ്സിലാക്കി പഠിക്കേണ്ടത്. സമയം കുറിക്കുന്ന മണി എന്നത് നുണ, സമയം കുറയ്ക്കുന്ന പണിയാണത് ചെയ്യൂ. സമയം കുറിക്കുന്ന മണി എന്നത് നുണ, സമയം കുറയ്ക്കുന്ന പണിയാണത് ചെയ്യൂ. നോക്കൂ, നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാച്ച്, ഘടികാരം എന്നിവ എന്തിനെന്ന് ചോദിച്ചാൽ അതിനുത്തരം സമയം കുറിക്കാനാണ് എന്ന് നമ്മൾ പറയും. ശരിയല്ല, നമ്മൾ സമയം കുറിക്കാൻ വേണ്ടിയാണല്ലോ വാച്ച് നോക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ സമയം കുറിക്കുകയാണോ? അല്ലല്ലോ. ഗഹനമായി ചിന്തിച്ചാൽ മനസ്സിലാവും അത് നമ്മുടെ സമയം കുറച്ചുകൊണ്ടിരിക്കുന്ന പണിയാണ് ചെയ്യുന്നത്. സമയം കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്ന് മണി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കവിയുടെ ജീവിത ദർശനം എത്രമാത്രം ആഴമേറിയതാണെന്ന് ഈ കവിതയിൽ നിന്നും മനസ്സിലാക്കാം. സമയം കുറിക്കുന്ന മണി എന്നത് നുണ, സമയം കുറയ്ക്കുന്ന പണിയാണത് ചെയ്യൂ. ഈ കവിതയിൽ ശൈശവത്തിന്റെ അല്ലെങ്കിൽ ബാല്യത്തിന്റെ, പിന്നീട് വരുന്ന യൗവനത്തിന്റെ, വാർദ്ധക്യത്തിന്റെ എല്ലാം നമ്മുടെ സമയം കുറച്ച് കൊണ്ടുവന്ന് ജീവിതം എന്ന പ്രതിഭാസം തന്നെ നിലയ്ക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നു എന്ന വലിയൊരു തത്വം ഈ കവിതയിൽ അടങ്ങിയിരിക്കുന്നു. വേറൊന്ന്, എത്ര വലിയ പണ്ഡിതനായാലും ശരി, എത്ര അറിവുള്ള ആളായാലും ശരി, അവയുടെ അളവ് പോലുകളുടെ അനുപാതം ഏറ്റക്കുറച്ചിലുണ്ടാവും. നാം കണ്ടെത്തിയ കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ, ഇവയിൽ സത്യത്തിന്റെ അംശം ഏറിയും കുറഞ്ഞു വരും. യാഥാർത്ഥ്യത്തെ പ്രകാശിപ്പിക്കുന്നതിൽ അല്പസ്വല്പ വ്യതിയാനങ്ങൾ സംഭവിക്കും. ഇതിനെക്കുറിച്ച് കവി പറയുന്ന ഇങ്ങനെയാണ്: ഒന്നുകിലിത്തിരിയേറും അല്ലേലിത്തിരി കുറയും, ഒന്നുകിലിത്തിരിയേറും അല്ലേലിത്തിരി കുറയും, ഇങ്ങനെയല്ലാതെ എത്ര വിദഗ്ധനും ഒന്നും അളക്കാനാവില്ല. ഒന്നുകിലിത്തിരിയേറും അല്ലേലിത്തിരി കുറയും, ഇങ്ങനെയല്ലാതെ എത്ര വിദഗ്ധനും ഒന്നും അളക്കാനാവില്ല. എത്ര വൈദഗ്ധ്യമുള്ള ആളാണെങ്കിൽ ശരി, പ്രകാശനം ചെയ്യുന്ന കാര്യത്തിൽ അഭിപ്രായപ്പെടുന്ന വസ്തുതയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും എന്നാണ് കുഞ്ഞുണ്ണിയുടെ തത്വശാസ്ത്രം. ഞാൻ തന്നെ ഇപ്പൊ പ്രസന്റ് ചെയ്യുന്നതിൽ ഏറ്റക്കുറച്ചിലുകൾ കാണും. എന്തെങ്കിൽ ഇത്തിരിയേറും അല്ലേൽ ഇത്തിരി കുറയും, ഇങ്ങനെയല്ലാതെ എത്ര വിദഗ്ധനും ഒന്നും അളക്കാനാവില്ല. ഇനി വേറൊന്ന്, മനുഷ്യരെല്ലാം തുല്യരാണെന്ന തത്വശാസ്ത്രം വിശദമാക്കുന്നുണ്ട് ഈ വരുന്ന കവിതയിൽ. കഴിഞ്ഞ ഒന്നാമത്തെ ഭാഗത്തിൽ ഞാനൊന്ന് അവതരിപ്പിച്ചതാണ്, പക്ഷെ ഇത്രയും വിശദമായി പറഞ്ഞില്ല. മരണമെന്ന യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കേണ്ടവരാണ് നമ്മൾ മനുഷ്യർ എല്ലാവരും.
എല്ലാ ജീവജാലങ്ങളും. ഈ മരണത്തിന്റെ മുൻപിൽ എല്ലാവരും സമന്മാരാണ്, തുല്യരാണ്. ധനവാനായിക്കോട്ടെ ദരിദ്രനാവട്ടെ, നമുക്ക് സ്വന്തമായി ലഭിക്കുന്ന 6 അടി മണ്ണാണ്. എത്ര വലിയ ആളാണെങ്കിലും ശരി, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് മൃതശരീരം അല്ലെങ്കിൽ ശവശരീരം എന്നാണ്. പൊതുവെ ഉപയോഗിക്കുന്ന വാക്ക് ശവമടക്കുക എന്ന് തന്നെയല്ലേ? എത്ര ലാളിത്യത്തോടെ കവി അതിനെ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. പ്രധാനമന്ത്രിയും ശിപായും ഒരേ തരക്കാരായിടും ഉറക്കം തൂങ്ങുമ്പോൾ. പ്രധാനമന്ത്രിയും ശിപായും ഒരേ തരക്കാരായിടും ഉറക്കം തൂങ്ങുമ്പോൾ. മരണം എന്നത് നിത്യമായ ഉറക്കമാണ്. ഈ ഉറക്കത്തിന് മുന്നിൽ പ്രധാനമന്ത്രിയും ശിപായിയും ഒരുപോലാണ്. അടിസ്ഥാനപരമായി മനുഷ്യരെല്ലാം ഒന്നാണ്. അവർക്കിടയിൽ വിവേചനം ഉണ്ടാകുന്നത് പണം, അധികാരം തുടങ്ങിയ താൽക്കാലിക പ്രതിഭാസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ താൽക്കാലിക പ്രതിഭാസങ്ങൾ സ്ഥായിയല്ല. ഇപ്പൊ ഇന്ന് പ്രധാനമന്ത്രി സ്ഥാനം വെക്കുകയാണ്. പ്രധാനമന്ത്രിയും ശിപായും ഒരേ തരക്കാരായിടും ഉറക്കം തൂങ്ങുമ്പോൾ. വേറൊന്ന്, ചില സാമൂഹിക വിപത്തുകൾ വ്യക്തികളെ കീഴടക്കുമ്പോൾ നാം പൊതുവെ പറയുന്ന എന്താണ്? ആ വ്യക്തിയാ എല്ലാ നാശത്തിനും കാരണം. അതായത് മദ്യപാനികളെ കാണുമ്പോൾ നാം അവരെ പുച്ഛിക്കുന്നു, തള്ളുന്നു, തരം താഴ്ത്തി സംസാരിക്കുകയും ചെയ്യാറുണ്ട്. ഇത്തരക്കാരില്ലെങ്കിൽ സമൂഹം നന്നാകും എന്ന അഭിപ്രായ പ്രകടനവും കാച്ചിവിടും. മദ്യപന്മാരെ സൃഷ്ടിക്കുന്ന മദ്യം ഇല്ലാതാക്കുകയാണ് വേണ്ടത്. ഉദാഹരണത്തിന്, എലി ഇല്ലാതായാലും പൂച്ചയില്ലാതാകുന്നില്ല, എലി ഇല്ലാതായാലും പൂച്ചയില്ലാതാവുന്നില്ല, പൂച്ചയില്ലാതായാലേ പൂച്ചയില്ലാതാവുകയുള്ളൂ. എലി ഇല്ലാതായാലും പൂച്ചയില്ലാതാകുന്നില്ല, പൂച്ചയില്ലാതായാലേ പൂച്ചയില്ലാതാവുള്ളൂ. എലി, പൂച്ച എന്ന 2 ജീവികളുടെ ഓരോ ചെറിയ അക്ഷരത്തിന്റെ സംയോജനത്തിലൂടെ ഒരു വലിയ തത്വചിന്തയെ അനാവരണം ചെയ്യുന്നു ഇവിടെ കവി. എലി ഇല്ലാതായി എന്നതുകൊണ്ട് പൂച്ച ഇല്ലാതാകുന്നില്ല. കാരണം എലിയെ കിട്ടിയില്ലെങ്കിലും പൂച്ചയ്ക്ക് ജീവിക്കാൻ മറ്റു വഴിയുണ്ട്. എലികൾ ഉള്ളത് കൊണ്ടല്ല പൂച്ചകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എലിയുടെ വംശനാശം പൂച്ചകളുടെ വംശനാശത്തിന് കാരണമാകുന്നില്ല എന്ന് പറയുന്നതിലൂടെ കവി വിവക്ഷിച്ചിരിക്കുന്നത് ആരുടെയും നിലനിൽപ്പ് മറ്റാരെയും ആശ്രയിച്ചല്ല. എനിക്ക് ശേഷം പ്രളയം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതായത് അധികാര മേഖലയിലുള്ളവരാണ് അത് കൂടുതൽ. അധികാര മേഖലയിലുള്ളവർ, നായകർ, ഇവരെക്കുറിച്ച് മറ്റുള്ളവരും ചിന്തിക്കുന്നത് ആ വ്യക്തിക്ക് ശേഷം ആ പ്രസ്ഥാനം തന്നെ നിന്നു പോയേക്കാമെന്നാണ്. കാത് കുത്തിയവൻ പോയാൽ കടുക്കനിട്ടവൻ വരും എന്ന മറുപഴഞ്ചൊല്ല് നമുക്ക് ഈ ധാരണയെ പ്രതിരോധിക്കാവുന്നതാണ്. കാത് കുത്തിയവൻ പോയാൽ കടുക്കനിട്ടവൻ വരും എന്ന മറുപഴഞ്ചൊല്ല് കൊണ്ട് നമുക്ക് ഈ ധാരണയെ പ്രതിരോധിക്കാവുന്നതാണ്. ഒന്നിനെയും നിലനിൽപ്പ് നിശ്ചയിക്കുന്നത് മറ്റൊന്നല്ല എന്ന തത്വദർശനമാണ് ഈ ലഘു കവിതയിൽ അടങ്ങിയിരിക്കുന്നത്. എലി ഇല്ലാതായാലും പൂച്ചയില്ലാതാകുന്നില്ല, പൂച്ചയില്ലാതായാലേ പൂച്ചയില്ലാതാവുള്ളൂ. ഇത്തരമൊരു ചിന്തയെ ബലപ്പെടുത്തുന്ന മറ്റൊരു കവിത കൂടെ പരിശോധിച്ച് നോക്കിയാലോ? എന്നിലൂടെ നടക്കാനെ എന്റെ കാലിനറിഞ്ഞൂടൂ, എന്നിലൂടെ നടക്കാനെ എന്റെ കാലിനറിഞ്ഞൂടൂ. എന്റെ ജീവിതത്തിലൂടെ പ്രകാശിപ്പിക്കുന്നത് എന്നെ തന്നെയാകണം. എന്റെ ജീവിതത്തിലൂടെ പ്രകാശിപ്പിക്കുന്നത് എന്നെ തന്നെയാകണം. മറ്റൊന്ന്, കവിയുടെ നിഷ്കളങ്കമായ ഒരു വെളിപ്പെടുത്തലാണ്. എനിക്കില്ലാത്ത മറ്റൊരു അസ്തിത്വമില്ല. എന്റെ വ്യക്തിത്വമല്ലാതെ മറ്റൊരു വ്യക്തിത്വമില്ല. എനിക്ക് ഞാനല്ലാതെ മറ്റൊരാളാകാൻ കഴിയുകയില്ല. എന്നിലൂടെ നടക്കാനേ എനിക്കറിയാവൂ. അതുകൊണ്ടാണ് എന്നിലൂടെ നടക്കാനേ എന്റെ കാലിനറിഞ്ഞൂടൂ. എനിക്ക് വേറൊരാളാവാൻ പറ്റില്ലല്ലോ. ഇനിയും ഒന്ന്, ഇന്ന് ലോകം ആഗോളവൽക്കരണത്തിന്റെ പിടിയിലാണ്. എന്തും മനുഷ്യൻ എത്തിപ്പിടിക്കാവുന്ന അകലത്തിൽ ലഭിക്കുന്നു. വിരലിൻ തുമ്പത്ത് വിവര സാങ്കേതിക വിദ്യ. ഏതെങ്കിലും ഒരു കുഗ്രാമത്തിൽ ഇരുന്നുകൊണ്ട് പോലും ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ആളുകളുമായി നമുക്ക് ആശയവിനിമയം നടത്താം, സിനിമ കാണാം, സാധനങ്ങൾ കൈമാറാൻ കഴിയും വിധം ലോകം വളർന്നു. എന്നാൽ ഹൃദയം കൊണ്ട് അത്ര അടുത്തിട്ടില്ല. ഒരു വീട്ടിൽ താമസിക്കുമ്പോഴും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോഴും ഹൃദയബന്ധമില്ലെങ്കിൽ അവർ തമ്മിലുള്ള അകലം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇത് സമൂഹം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. ഇതിനെക്കുറിച്ച് കവിയുടെ അഭിപ്രായം നോക്കൂ. ലോകമൊന്നായിരിക്കുന്നു കരളുകൊണ്ടല്ല, കമ്പി കൊണ്ടും കമ്പിയില്ല കമ്പി കൊണ്ടും. ലോകമൊന്നായിരിക്കുന്നു കരളുകൊണ്ടല്ല,
കമ്പി കൊണ്ടും കമ്പിയില്ല കമ്പി കൊണ്ടും. കമ്പിയില്ല കമ്പി നമ്മുടെ ഇന്നത്തെ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലുള്ള മൊബൈലാ, മനസ്സിലാവുമല്ലോ. ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ കൂടിയുള്ള സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ വളരെ എളുപ്പമായി. ഇന്ന് ഫേസ്ബുക്ക്, വാട്സാപ്പ്, സോഷ്യൽ മീഡിയ മുതലായ സോഷ്യൽ മീഡിയ സഹായത്താൽ ലോകമൊന്നായിരിക്കുന്നു കരളുകൊണ്ടല്ല, കമ്പി കൊണ്ടും കമ്പിയില്ല കമ്പി കൊണ്ടും. എന്നാൽ ഹൃദയം കൊണ്ട് ഏറെ അകലെയാണ് എന്നാണ് ഇവിടെ കവി പറയുന്നത്. വേറൊന്ന്, നർമ്മത്തിന്റെ കുഞ്ഞല ദർശന സമീക്ഷയെ മാറുന്ന വരികൾ അപൂർവമല്ല. ABCDയിലുണ്ടൊരു തത്വം, കാലത്തിൻ തത്വം, ഏടിക്കുള്ളിൽ കിടപ്പൂ BC എന്നാണ് ആ തത്വം. ABCDയിലുണ്ടൊരു തത്വം, കാലത്തിൻ തത്വം, ഏടിക്കുള്ളിൽ കിടപ്പൂ BC എന്നാണ് ആ തത്വം. നോക്കൂ, രണ്ട് കാലഘട്ടങ്ങളെ സൂചിപ്പിക്കുന്നു ABCD. ആരെങ്ങനെ അനലൈസ് ചെയ്തിരിക്കുന്നു? ലോകത്തിൽ ആരും ചെയ്യാത്തൊരു വിദ്യയാണ് കുഞ്ഞുണ്ണി മാഷ് ചെയ്തിരിക്കുന്നത്. നോക്കൂ, അവ്യാഖ്യേയമായ കാലത്തിന്റെ അനശ്വര സത്വം അല്ലെ അനശ്വര സത്യം ABCDയിലുണ്ട്. കാലമെന്ന സമസ്യയെക്കുറിച്ച് ABCD അറിയാത്തവർ പോലും ഈ കാലക്കവിതയിലൂടെ കാലത്തിന്റെ ദാർശനിക സത്യം ഉൾക്കൊള്ളുന്നു. കാലദർശനങ്ങളിൽ ഉദാത്തമാനം ഉൾക്കൊള്ളുന്ന ഭാരതീയ ചാക്രിക സങ്കല്പത്തിന് സമാന്തരമായ ഒരു കാവ്യരേഖ വരയ്ക്കുകയും പാശ്ചാത്യമായ AD എന്നോ BC എന്ന സങ്കല്പങ്ങളുടെ നിരർത്ഥകത വെളിപ്പെടുത്തിയുമാണ് ഈ കാലകവിത. പാശ്ചാത്യമായ AD BC എന്ന സങ്കല്പങ്ങളുടെ നിരർത്ഥകത വെളിപ്പെടുത്തുകയുമാണ് കാലകവിത. അനന്തമായ കാലം, നിത്യവർത്തമാന കാലം തുടങ്ങിയ കാലസമസ്യയുടെ മൗലിക വ്യാഖ്യാനം കൂടി വരികൾ നിർവഹിക്കുന്നു. അനാദിയായ കാലത്തിന്റെ സത്യശിവ സൗന്ദര്യത്തെ അടയാളപ്പെടുത്തുകയാണ്. ദാർശനികന്റെ ചിരിയാണ് വരികളിൽ നുരയുക. ABCDയിലുണ്ടൊരു തത്വം, കാലത്തിൻ തത്വം, ഏടിക്കുള്ളിൽ കിടപ്പൂ BC എന്നാണ് ആ തത്വം. വാക്കൊതുക്കുന്നോ നൂക്കൻ, ശക്തിയുള്ളവൻ തത്വം. വാക്കില്ലാത്തതേ വാക്ക്, ഊക്കിൽ നിന്ന് വാക്ക്. ഒരു നോക്ക് മതിയാവുന്ന ദിക്കിൽ ഒരു വാക്കരുത്, ഒരു വാക്ക് മതിയാവുന്ന ദിക്കിൽ രണ്ട് വാക്കരുത്. വാക്കിനോളം തൂക്കമില്ല യൂക്കൻ ഭൂമിക്ക് പോലുമേ, വാക്കല്ലോ വസ്തുവാകുന്നു. വാക്കിനോളം തൂക്കമില്ല യൂക്കൻ ഭൂമിക്ക് പോലുമേ, വാക്കല്ലോ വസ്തുവാകുന്നു. വാക്കുകൾ അപരിമേയമാണ്. അവയുടെ അപരിമേയത മനസ്സിലാക്കി വേണം അവ എഴുതുകയോ ഉരുവിടുകയോ ചെയ്യേണ്ടത്. ഇത് ഖലീൽ ജിബ്രാൻ പറഞ്ഞത്. വാക്കുകൾ അപരിമേയമാണ്, അവയുടെ അപരിമേയത മനസ്സിലാക്കി വേണം അവ എഴുതുകയോ ഉരുവിടുകയോ ചെയ്യേണ്ടത്. ഖലീൽ ജിബ്രാൻ. വാക്കിനോളം ശക്തി ബാക്കി ഒന്നിനുമില്ല. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ദുരുപയോഗപ്പെടുത്തുന്നത് വാക്കാണ്. ഏറ്റവും കൂടുതൽ ആളുകളെ മുറിപ്പെടുത്തുന്നതും വാക്കുകളുടെ ദുരുപയോഗം തന്നെ, അല്ലെ? വാക്ക് ഓരോരുത്തരുടെയും സത്തയെ വെളിപ്പെടുത്തുന്നു. നല്ല വാക്കിന്റെ മധുരമുണ്ണുന്നത് ഓതിയോൻ തന്നെയാണ് ആദ്യം. നല്ല വാക്കിന്റെ മധുരമുണ്ണുന്നത് ഓതിയോൻ തന്നെയാണ് ആദ്യം. നല്ല വാക്കിന് നല്ല പ്രതിധ്വനി ഉണ്ടാവും എന്ന ചൊല്ലിന് സമമാണ് കവിത. നല്ല വാക്കിന്റെ മധുരമുണ്ണുന്നത് ഓതിയോൻ തന്നെയാണ് ആദ്യം. വളർത്തുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന, ശക്തിപ്പെടുത്തുന്ന വാക്കുകൾ സംസാരിച്ചാൽ അത് അവനവന് തന്നെയാണ് ഗുണം. മറ്റുള്ളവരെ വ്രണപ്പെടുത്തുന്ന, തളർത്തുന്ന വാക്കുകളുടെ പ്രയോഗം ഉപേക്ഷിക്കുക. അതിന്റെ പ്രതിഫലനം ആദ്യം അനുഭവിക്കുന്നത് അവനവൻ തന്നെയായിരിക്കും. വേറൊന്ന്, പൊങ്ങച്ചവും അഹന്തയും നിറഞ്ഞ സംസാരവും പെരുമാറ്റവും ഒഴിവാക്കാൻ കവി ആഹ്വാനം ചെയ്യുന്നു താഴെ പറയുന്ന മറ്റൊരു കവിതയിലൂടെ. എനിക്കു തലയിൽ കൊമ്പില്ല, എനിക്കു പിന്നിൽ വാലില്ല, എങ്കിലുമില്ല ഒരു വിഷമം, വായയിൽ എല്ലില്ലാത്തൊരു നാവില്ലേ. എനിക്ക് തലയിൽ കൊമ്പില്ല, എനിക്ക് പിന്നിൽ വാലില്ല, എങ്കിലുമില്ലൊരു വിഷമം, വായയിൽ എല്ലില്ലാത്തൊരു നാവില്ലേ. പറയത്തക്ക വലിയ സ്ഥാനമാനങ്ങളോ സമ്പത്തോ ജീവിത വിജയങ്ങളോ ഒന്നുമില്ല. എങ്കിലും എനിക്കതിൽ ഒട്ടും വിഷമവുമില്ല. കാരണം ഒന്നുമില്ലെങ്കിലും എല്ലാം ഉണ്ടെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാൻ കഴിയുന്ന സാമർഥ്യമുള്ളൊരു നാവുണ്ടല്ലോ. എനിക്ക് പിന്നിൽ വാലില്ല, എനിക്ക് തലയിൽ കൊമ്പില്ല, എങ്കിലും ഇല്ലൊരു വിഷമം, വായയിൽ എല്ലില്ലാത്തൊരു നാവില്ലേ.
മാന്യതയില്ലെങ്കിലും മറ്റുള്ളവർ തന്നെക്കുറിച്ച് മാന്യതയുള്ള ആളാണെന്ന് ധരിച്ചാലും മതിയല്ലോ. നമുക്ക് നാവ് കൊണ്ടടിച്ചാൽ മതിയല്ലോ. അതാണ് നാവില്ലേന്ന് ചോദിക്കുന്നത്, എല്ലില്ലാത്ത നാവ്. അപ്പോൾ മാന്യതയില്ലെങ്കിലും മറ്റുള്ളവർ തന്നെക്കുറിച്ച് മാന്യതയുള്ളവരാണെന്ന് ധരിച്ചാലും മതി എന്ന് വിചാരിക്കുന്നവർ ഇന്ന് സമൂഹത്തിലുണ്ട്. പൊങ്ങച്ചവും അഹന്തയും നിറഞ്ഞ പെരുമാറ്റ ശൈലി സമൂഹത്തെ അധപ്പതനത്തിലേക്ക് നയിക്കും എന്നാണ് കവി വെളിപ്പെടുത്തുന്നത്. ഇവിടെ വേറൊരു കവിത, ഞാൻ ഉണർന്നപ്പോൾ എന്നെ കണ്ടില്ല, ഒറ്റവരി കവിത. ഞാൻ ഉണർന്നപ്പോൾ എന്നെ കണ്ടില്ല. അവ്യക്തമായ ചില ഉറക്കങ്ങളിൽ നിന്നും അലസതയിൽ നിന്നും ആത്മബോധത്തിൽ നിന്നും ഉണരുമ്പോൾ എന്നെ കാണാതായി, സ്വയം മിസ്സായി. അല്ലെങ്കിൽ എം മുകുന്ദന്റെ ഭാഷയിൽ പറഞ്ഞാൽ എനിക്ക് എന്റെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു. സംഭവിക്കാം. ആദ്യമൊക്കെ ഞാൻ എന്നെ തന്നെ ഉയർത്തിപ്പിടിച്ചിരുന്നു, അതൊക്കെ മിഥ്യയായിരുന്നു എന്ന ബോധ്യം വന്നപ്പോൾ ജീവിതത്തിന് അർത്ഥം ലഭിക്കുന്നു. ഞാൻ ഉണർന്നപ്പോൾ എന്നെ കണ്ടില്ല. ഇനി മറ്റൊന്ന്, എല്ലാ കാര്യങ്ങളും സ്വമേധയാ ചെയ്യുകയോ സ്വാഭാവികമായി പരിണമിക്കുകയോ ചെയ്യുന്നില്ലല്ലോ. മറിച്ച് ചില കാര്യങ്ങളിൽ വ്യക്തിയുടെ ബോധപൂർവമായ ഇടപെടൽ ഉണ്ടായേ മതിയാവൂ. ഇതൊരു വസ്തുതയാണ്. ഉദാഹരണത്തിന്, കത്തുന്നത് കെടും കെട്ടത് കത്തിക്കൊള്ളണമെന്നില്ല. കത്തുന്നത് കെടും കെട്ടത് കത്തിക്കൊള്ളണമെന്നില്ല. ഇവിടെ കെടുക എന്ന വാക്ക് സ്വാഭാവികതയെ കുറിക്കുന്നു. എന്നാൽ കെട്ടത് കത്തിക്കൊള്ളണമെന്നില്ല എന്ന് പറയുമ്പോൾ ബാഹ്യപ്രേരണ കൂടാതെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഭൂമിയിലുണ്ട് എന്ന വസ്തുതയാണ് വ്യക്തമാക്കുന്നത്. കത്തിക്കൊണ്ടേയിരിക്കുക അല്ലെങ്കിൽ വ്യക്തിയിലെ നന്മ പ്രകാശനം ചെയ്യുക എന്നത് സ്വാഭാവികമായ പ്രവണതയാണ്. സ്വാഭാവിക നന്മയിൽ ജീവിക്കാനുള്ള ഉൾപ്രേരണ എല്ലാവരിലും ആവശ്യമാണ്. കത്തുന്നത് കെടും കെട്ടത് കത്തിക്കൊള്ളണമെന്നില്ല. ഇവിടെ കത്തുക അല്ലെങ്കിൽ പ്രകാശിക്കുക എന്ന നന്മയുടെ അഭാവമാണ് കെടുക എന്നത്. ഇതിന്റെ ഒരു പ്രായോഗിക തലം എന്നത് മനുഷ്യനിലെ സ്വാഭാവിക നന്മകൾ നഷ്ടപ്പെട്ടു പോയാൽ അത് വീണ്ടെടുക്കാൻ സാധിച്ചുവെന്ന് വരില്ല എന്ന മുന്നറിയിപ്പ് കൂടെയാണ് ഈ കവിത നൽകുന്നത്. തത്വചിന്തകനായ അഗസ്റ്റിൻ പറയുന്നതനുസരിച്ച് മനുഷ്യനെ സൃഷ്ടിച്ച തികച്ചും നല്ലവനും നീതിമാനുമായ ഒരു ദൈവമാണ് ഭൂമിയെ എക്സ് നിഹിലോയിലേക്ക്, ഔട്ട് ഓഫ് നത്തിങ് കൊണ്ടുവന്നത്. തത്വചിന്തകനായ അഗസ്റ്റിൻ, സെന്റ് അഗസ്റ്റിൻ പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ച തികച്ചും നല്ലവനും നീതിമാനുമായ ഒരു ദൈവമാണ് ഭൂമിയെ എക്സ് നിഹിലോയിലേക്ക്, ഔട്ട് ഓഫ് നത്തിങ് കൊണ്ടുവന്നത്. ഭൂമി ശാശ്വതമല്ല, ഭൂമിക്കും കാലത്തിനും ഒരു തുടക്കവും അവസാനവും ഉണ്ട്. ഇത് സെന്റ് അഗസ്റ്റിൻ ഫിലോസഫിയാണ്. മറ്റൊന്ന്, ഒരു രസകരമായ കവിതയാണ്. ആ കവിത കേൾക്കുമ്പോൾ തന്നെ എന്താണ് അതിന് വിശദീകരണം ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഈ കവിതയിൽ അക്ഷരാർത്ഥത്തിലുള്ള ഭാവഗരിമ നോക്കൂ. കോലം മറിച്ചിട്ടു ലോകമാക്കൂ, ലോകം മറിച്ചിട്ടു കോലമാക്കൂ, കോലം മറിച്ചിട്ട് ലോകമാക്കൂ, ലോകം മറിച്ചിട്ട് കോലമാക്കൂ. ആ ലോകവും കോലവും കൊണ്ടുള്ള കളിയാണ്. വെറും രണ്ട് വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോ അതിന്റെ അർത്ഥം എത്രമാത്രം വ്യത്യസ്തത വന്നു നോക്കൂ. കോലം മറിച്ചിട്ട് ലോകമാക്കൂ, ലോകം മറിച്ചിട്ട് കോലമാക്കൂ. ഇനി ആൺ പെൺ, ആണിന് പെണ്ണിലേക്കെത്താൻ എത്ര ദൂരം നടക്കണം, അത്ര ദൂരം തന്നെ വേണോ പെണ്ണിന് ആണിങ്കലെത്താൻ. ആണിന് പെണ്ണിലേക്കെത്താൻ എത്ര ദൂരം നടക്കണം, അത്ര ദൂരം തന്നെ വേണോ പെണ്ണിന് ആണിങ്കലെത്തുവാൻ. കവിയുടെ പെൺ നിർവചനം വിചിത്രമായി അനുഭവപ്പെടാം. പെണ്ണെന്ന് പറയണത് എന്തുകൊണ്ടാ? അത് പൊന്നിന്റെ മറ്റൊരു രൂപമുണ്ടാ, അത് മണ്ണിന്റെ കട്ട ചോരേണ്ട. പെണ്ണെന്ന് പറയണത് എന്തുകൊണ്ടാ? അത് പൊന്നിന്റെ മറ്റൊരു രൂപമുണ്ടാ, അത് മണ്ണിന്റെ കട്ട ചോര കൊണ്ടാ. ഇത് പെണ്ണ് മണ്ണിന്റെ ചോരയുടെ മൂർത്ത രൂപമാണെന്ന സങ്കല്പം സ്ത്രീ എന്ന ശക്തി സത്യ ചൈതന്യത്തിന്റെ സാക്ഷാത്കാരമാണ്. പെണ്ണരിക വാഴണം മണ്ണരിക വാഴണം എന്ന വരിയിലും പെണ്ണും മണ്ണും ഒന്നാകുന്നു. പെണ്ണ് കെട്ടി നോക്കണം, മണ്ണ് വെട്ടി നോക്കണം, പെണ്ണ് കെട്ടി നോക്കണം, മണ്ണ് വെട്ടി നോക്കണം. പെണ്ണിനെ അറിയാനും ആരായാനും കണ്ടെത്താനുള്ള ശ്രമം കവിതയിലുണ്ട്. ആണാകണമെങ്കിൽ ആണിയാകണം, ഏണിയാകണം, പെണ്ണിനുള്ളിൽ ഇരിക്കുകയും വേണം. ആണാകണമെങ്കിൽ ആണിയാകണം, ഏണിയാകണം, പെണ്ണിനുള്ളിൽ ഇരിക്കുകയും വേണം. രസകരമായ അസംബന്ധ കവികൾ ഇനിയുമുണ്ട്. വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാം ഞാൻ, സ്വയം നന്നാവുക.
വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാം ഞാൻ സ്വയം നന്നാവുക. കുഞ്ഞുണ്ണി മാഷ് ഈ കവിതയിലൂടെ സമൂഹത്തിന് നൽകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഉപദേശമാണ് സ്വയം നന്നാവുക എന്നത്. സ്വയം നന്നാവുമ്പോൾ നമ്മുടെ വ്യവഹാര മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ, സൂക്ഷ്മത നമുക്ക് കൂടുതൽ വ്യാപരിക്കാൻ കഴിയും. വാക്കിലും പെരുമാറ്റത്തിലും കൂടുതൽ മാന്യത പുലർത്തും. അത് മറ്റു വ്യക്തികൾക്ക് പ്രചോദനമായി തീരും. എല്ലാ തകർച്ചയ്ക്കും മുഖ്യ കാരണമായിട്ടുള്ളത് അഹങ്കാരമാണ്. സ്വയം വിനീതനാവാനുള്ള ക്ഷണം നിരവധി കവിതകളിലൂടെ കവി ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അതിലൊന്നാണിത്. കാക്കുന്നോൻ ചെറുതായാൽ കക്കുന്നോനായിത്തീരും, കക്കുന്നോൻ വലുതായാൽ കാക്കുന്നോനായിത്തീരും. കാക്കുന്നോൻ ചെറുതായാൽ കക്കുന്നോനായിത്തീരും, കക്കുന്നോൻ വലുതായാൽ കാക്കുന്നോനായിത്തീരും. കാക്കുന്നോൻ എന്ന് പറഞ്ഞാൽ പോലീസുകാരെ പോലെ ഇങ്ങനെ വഴിയെല്ലാം എന്താ പറയാ, നമ്മുടെ നിയമം നോക്കുന്ന ലോ ആൻഡ് ഓർഡർ നോക്കുന്നവർ. അവര് ചെറുതായാൽ കക്കുന്നോനാവും, കക്കുന്നോൻ വലുതായാലോ കാക്കുന്നോനാവും. ഇനി ഒരു തരം നാക്കുളുക്കി കവിതകളാണ്, കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നതാണ്. അത് മച്ചിലറേലരൂലുറിയിലുരുളിയിലുരിപ്പാല്, മച്ചിലറേലരൂലുറിയിലുരുളിയിലുരിപ്പാല്, മച്ചില് അറയില് അരികില് ഉറിയില് ഉരുളിയില് ഉരിപ്പാല്. ചരലിൽ ഒരു ഉരലിൽ ഒരെലി, ചരലിൽ ഒരു ഉരലിൽ ഒരെലി, ചരലിൽ ഒരു ഉരലിൽ ഒരെലി, ചരലുരുളുമ്പോൾ ഉരരുളില്ല, ചരലുരുളുമ്പോൾ ഉരരുരുളില്ല, ചരല ഉരുളുമ്പോൾ ഉരൽ ഉരുളില്ല. അലറലാണ് ആലയിൽ കാലികൾ, അലറലാണ് ആലയിൽ കാലികൾ, അലറലാണ് ആലയിൽ കാലികൾ. ഇതാണ് ഒരുമിച്ച് ചേർത്ത് അദ്ദേഹം നാവിന്റെ അക്ഷരങ്ങള് വ്യക്തമാക്കാനായിട്ട് ഇടുന്നത്. അരയാൽ ആലലയാൽ ഒരു പേരാരരയാൽ ഊരരയാൽ, അരയാൽ ആലരയാൽ ഒരു പേരാരരയാൽ ഊരരയാൽ, കിളിരൂരുരുളി വാലുരുളി, വാലുരുളിയിലൊരു ചോറുരുള, കിളിരൂരുരുളി വാലുരുളി, വാലുരുളിയിലൊരു ചോറുരുള. ആക്ഷേപിക്കരുതാരെയും അപേക്ഷിക്കരുതാരോടും, ആക്ഷേപിക്കരുതാരെയും അപേക്ഷിക്കരുതാരോടും, ശരി ഒന്നേ ഒന്ന് തെറ്റെത്രയുണ്ടെന്ന് പറയാൻ ആർക്കുമാവില്ല. ഒരു കുട്ടിക്കൊരു റൊട്ടിക്കൊരു വട്ടിക്കൊരു പെട്ടിക്കൊരു കൊട്ടിൽ, ആ കൊട്ടിലുള്ള പെട്ടിയിലുള്ള വട്ടിയിലുള്ള റൊട്ടി തിന്നാനുള്ള കുട്ടി ഞാൻ. ഒരു കുട്ടിക്കൊരു റൊട്ടിക്കൊരു വട്ടിക്കൊരു പെട്ടിക്കൊരു കൊട്ടിൽ, ആ കൊട്ടിയിലുള്ള പെട്ടിയിലുള്ള വട്ടിയിലുള്ള റൊട്ടി തിന്നാനുള്ള കുട്ടി ഞാൻ തന്നെ. പുഴയൊഴുകും പോലൊഴുകും പുഴയും, പുഴ പോലിഴയും പുഴുവും, ഞാൻ പോലലയും ഞാനും, അത്ഭുതമല്ലേ ലോകം. പുഴ പോലൊഴുകും പുഴയും, പുഴ പോലിഴയും പുഴുവും, ഞാൻ പോലലയും ഞാനും, അത്ഭുതമല്ലേ ലോകം. തളയും വളയും മേളിക്കുമ്പോൾ തളവളയല്ലതു നല്ലൊരു തവള, തളയും വളയും മേളിക്കുമ്പോൾ തളവളയല്ലതു നല്ലൊരു തവള. കാലിന്മേൽ തളതവളക്കില്ല, കയ്യിന്മേൽ തവളക്കില്ല, തളതള വേണോ തവളേ തവളേ, തളതള വേണോ തവളേ തവളേ, തളതള തവളേ തളവള തവളേ, തത്തള തളതള തവളേ. ഇത് ള കൊണ്ടുള്ള ഒരു അഭ്യാസമാണ്. വേറൊരെണ്ണം കൂടി അതുപോലെ ഉണ്ട്. വീട്ടിലൊരു തളം വളപ്പിലൊരു കുളം, വീട്ടിലെ തളത്തിലുണ്ടൊരു കുട്ടി, തളയും വളയും അണിഞ്ഞൊരു കുട്ടി സരളക്കുട്ടി. വീട്ടിലൊരു തളം വളപ്പിലൊരു കുളം, വീട്ടിലെ തളത്തിലുണ്ടൊരു കുട്ടി, തളയും വളയും അണിഞ്ഞൊരു കുട്ടി സരളക്കുട്ടി. വളപ്പിലുള്ള കുളത്തിലുണ്ടൊരു കുട്ടി, തളയില്ലാത്തൊരു വളയില്ലാത്തൊരു കുട്ടി തവളക്കുട്ടി. തവളക്കുട്ടിയും കുട്ടി സരളക്കുട്ടിയും കുട്ടി, തവളക്കുട്ടിയും കുട്ടി സരളക്കുട്ടിയും കുട്ടി. കുരുമുളകന്റെ ശൈശവം കഴിഞ്ഞ ലക്കത്തിൽ വായിച്ചതാണെങ്കിൽ ഒന്നുകൂടെ പറയാം. അത് വളർച്ച പ്രാപിച്ച് കുരുമുളകായി തീരുന്നത് എത്ര ചാരുതയോടാണ് കുഞ്ഞുണ്ണി വിവരിച്ചിരിക്കുന്നത് നോക്കൂ. ആദ്യം കണ്ടാൽ വെറുമൊരു ചെറുതിരി, പിന്നെ അതിന്മേൽ അനവധി ചെറുതിരി, ചെറുതിരി പിന്നെ ചെറുമണിയാകും, ചെറുമണി മരതകമണിയായി മാറും, മരതകമണി പോയി പവിഴത്തൂമണി, പവിഴത്തൂമണി കരിമണിയാകും, കരിമണി കുരുമണി, കുരുമുളകൻ മണി കുരുമുളകൻ മണി, കുരുമുളകൻ മണി. ആദ്യം കണ്ടാൽ വെറും ഒരു ചെറുതിരി, പിന്നെ അതിന്മേൽ അനവധി,
ചെറുതിരി ചെറുതിരി പിന്നെ ചെറുമണിയാകും, ചെറുമണി മരതക മണിയായി മാറും, മരതക മണി പോയി പവിഴത്തൂമണി, പവിഴത്തൂമണി കരിമണിയാകും, കരിമണി കരുമണി കുരുമുളകിൻ മണി, കുരു 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 കുരുമുളകിൻ മണി, കുരുമുളകിൻ മണി. കുട്ടികളെ രസിപ്പിക്കുന്ന കുഞ്ഞിന് മാഷിന്റെ ഗിട്ടാ കൊണ്ട് ഒരു പ്രയോഗം കൂടിയുണ്ട്. ഒരു കുട്ടിയും കുട്ടിയും കണ്ടുമുട്ടി, എന്നിട്ടും അവർ തമ്മിൽ കൂട്ടിമുട്ടി, അതുകൊണ്ട് അവരുടെ മണ്ട പൊട്ടി, അത് കണ്ട കുട്ടിക്കും ചിരിയും പൊട്ടി. ഒരു കുട്ടിയും കുട്ടിയും കണ്ടുമുട്ടി, എന്നിട്ടും അവർ തമ്മിൽ കൂട്ടിമുട്ടി, അതുകൊണ്ട് അവരുടെ മണ്ട പൊട്ടി, അത് കണ്ട കുട്ടിക്കും ചിരിയും പൊട്ടി. നാക്കുളിക്ക് കവിതകളെ കുറിച്ച് ഇനിയുണ്ട് 2-3 കൂടെ. ഇരുമുറി പത്തായത്തിൽ ഒരു മുറി അരിയുണ്ട്, ഒരു മുറി അരി കൊണ്ട് മുറി നിറയില്ല. ഇരുമുറി പത്തായത്തിൽ ഒരു മുറി അരി ഉണ്ട്, ഒരു മുറി അരി കൊണ്ട് മുറി നിറയില്ല. ഇരുമുറി പത്തായത്തിൽ ഒരു മുറി അരിയുണ്ട്, ഒരു മുറി അരി കൊണ്ട് മുറി നിറയില്ല. പറയുക വേഗം പയറൊരു പറയുന്നറിയുക വേഗം കുറവെന്നറിവായി. പറയുക വേഗം പയറൊരു പറയുന്നറിയുക വേഗം കുറവറിവെന്നായി. ഒരൊറ്റ ശ്വാസത്തിന് താളത്തോടെ ചൊൽവടിവോടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പഠിക്കാവുന്ന അക്ഷരക്കസർത്താണ് ഇനിയുള്ളത്. ഇലയിലൊറ്റ ഇലച്ചിലുമില്ലതിനൊറ്റത്തടിയൊരു മുണ്ടൻ തടിയാണെങ്കിലും ഇത്തിരി തരിയോ പൊടിയോ നുള്ളിയെടുത്തു നുണയ്ക്കാം ഉരലെ നീയൊരുദാരൻ. ഇലയിൽ ഒറ്റ ഒറ്റത്തടിയൊരു മുണ്ടൻ തടിയാണെങ്കിലും ഇത്തിരി തരിയോ പൊടിയോ നുള്ളിയെടുത്തു നുണയ്ക്കാം ഉരലെ നീയൊരുദാരൻ. നമ്മുടെ കുട്ടികൾക്ക് ഉരൽ എന്താണെന്നറിയോ എന്നറിയില്ല. ഓതറ വളവിലൊരകവളവിലൊരളയുതളത്തെ 10-25 ഓതറ വളവിലൊരകവളവിലൊരളയുതളത്തെ 10-25 ഒരു സാറ് വടകരയിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞ അതിൽ ഇരിപ്പുണ്ട്. വടകര വളവിലൊരു 60 തെങ്ങുണ്ട്, 60 തെങ്ങിലും 60 പൊത്തുണ്ട്, 60 പൊത്തിലും 60 നത്തുണ്ട്, എന്നാൽ നത്തിനു കണ്ണെത്ര. വടകര വളവിലൊരു 60 തെങ്ങുണ്ട്, 60 തെങ്ങിലും 60 പൊത്തുണ്ട്, 60 പൊത്തിലും 60 നത്തുണ്ട്, എന്നാൽ നത്തിനു കണ്ണെത്ര. ഒരു ഇതുപോലെ തന്നെ സ്പീഡിൽ പറയാവുന്ന ഒരു കവിത കൂടിയുണ്ട്. ആലത്തൂരപ്പാലത്തിമ്മെന്ന് 60 ചെറുമികൾ 60 ചെറുപയർ എണ്ണിയെടുത്ത് കിളച്ചു മറിച്ചു നിരത്തി വിതച്ചു പറിച്ചു ചവിട്ടി ഉണക്കി വറുത്തു പൊടിച്ചാൽ അക്കറിയൊത്ത പൊടിക്കറിയുണ്ടോ. ആലത്തൂരപ്പാലത്തിന്മേന്ന് 60 ചെറുമികൾ 60 ചെറുപയർ എണ്ണിയെടുത്ത് കിളച്ചു മറിച്ച് നിരത്തി വിതച്ചു പറിച്ചു ചവിട്ടി ഉണക്കി വറുത്തു പൊടിച്ചാൽ അക്കറിയൊത്ത പൊടിക്കറിയുണ്ടോ. ഇനി കോഴ നമ്മളിപ്പോഴും ഓടുന്നുണ്ട്. സത്യം സത്യമായിട്ടു ഞാൻ നിങ്ങളോട് പറയുന്നു, കോഴ വാങ്ങലില്ലാതാകണമെങ്കിൽ കോഴ കൊടുക്കലില്ലാതാകണം, കോഴ കൊടുക്കലില്ലാതാകണമെങ്കിൽ കാശില്ലാതാകണം, പോരാ കാശില്ലാതാകണമെങ്കിൽ കീശയില്ലാതാകണം, കീശയില്ലാതാകണമെങ്കിൽ ആശയില്ലാതാകണം, ആശയില്ലാതാവാൻ എന്തു വേണം, ആശയില്ലാതാവാൻ എന്തു വേണമെന്ന് പറയാൻ എനിക്കറിയില്ല. ഈ അജ്ഞാനമുള്ളത് കൊണ്ടാണല്ലോ ഞാൻ യേശുവാകാത്തത്, കുരിശാകാഞ്ഞത്, വെറും അശു പോലും ആകാതെ അതിൽ പാതി വെറും ശു ആയത്. ഒരു കുടിയിൽ അതിലൊരു കുടമുണ്ട്, അതിലൊരു കടുകുണ്ട്, അതിലൊരു കടലുണ്ട്, കടൽ മേക്കാകാശത്തിൽ ഉദിച്ചു വിളങ്ങും നക്ഷത്രം കണ്ട കുടിലിൽ ഉറങ്ങും കുഞ്ഞു ചിരിച്ചിടുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നത് തന്നെയാണ്. എത്രമേൽ അകലാം ഇനി അടുക്കാൻ ഇടമില്ലെന്നതുവരെ, എത്രമേൽ അടുക്കാം ഇനി അകലാൻ ഇടമില്ലെന്നതുവരെ. എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം. മുട്ടായിൽ ബുദ്ധി വെച്ചാൽ ബുദ്ധിമുട്ടായി, മത്തായിക്ക് ശക്തി വെച്ചാൽ ശക്തിമത്തായി, മത്തായിക്ക് ശക്തി വെച്ചാൽ ശക്തിമത്തായി. അവസാനിക്കുന്നു. ഓക്കെ സാർ, താങ്ക് യു. തീർച്ചയായിട്ടും ഇത് പറയുന്നതിനും അല്ലെങ്കിൽ പ്രാസമർപ്പിച്ച് പറയുന്നതിനും ഒരു ശക്തി വേണം. അതിന് ലക്ഷ്മണൻ സാറ് വളരെ മിടുക്കനാണെന്ന് എനിക്ക് തോന്നുന്നു. വളരെ കൃത്യമായിട്ട് സാർ അതിനെ പ്രാസമൊപ്പിച്ച് എഴുതുന്ന, കവി എഴുതുന്നത് പോലെ തന്നെ അത് പറയാനുള്ളൊരു കഴിവ്. സാർ അത് തീർച്ചയായിട്ടും വലിയൊരു പ്രാക്ടീസാണ്. വളരെ പ്രാധാന്യമുള്ള ഒത്തിരിയും തത്വശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ സാറ് വളരെ കൃത്യമായിട്ട് അത് സമർപ്പിച്ചു. വളരെ തത്വശാസ്ത്രപരമായ മറ്റൊരു ചിന്ത, അത് തീർച്ചയായിട്ടും ഇങ്ങനെയാണ് അതിന്റെ. ഇതും കൂടെ നമുക്കൊന്ന് വായിച്ച് നിർത്താം അല്ലേ?
രാക്ഷസന്റെ രായും ദുഷ്ടന്റെ ഇഷ്ടായും പിറയുടെ റായും ഈച്ചയുടെ ഈയും മായത്തിന്റെ യം യം ചേർന്നാണ് രാഷ്ട്രീയം. രാഷ്ട്രീയം. അപ്പൊ എത്ര കൃത്യമായിട്ടാണ് ഓരോന്നും പറയുന്നത്. പൊതുവെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു നെഗറ്റിവിറ്റിയാണ്, പോസിറ്റിവിറ്റി വളരെ കുറവാണ് എന്നുള്ള ഒരു തത്വശാസ്ത്രം അവിടെ വ്യക്തമായിട്ട് പറഞ്ഞു വരികയാണ്. സോ താങ്ക് യു സാർ, വളരെ വളരെ മനോഹരമായിരുന്നു. സാറിനെ ഫോളോ ചെയ്തെടുക്കാനുള്ള, സാർ അത്ര ഫാസ്റ്റ് ആണ്. പ്രത്യേകിച്ച് വടകര വളവിലെയൊക്കെ വളവിൽ കൂടെയൊക്കെ പോകുന്നതൊക്കെ എത്ര ഫാസ്റ്റ് ആണ്, എത്ര വളരെ അനായാസമാണ് സാർ അത് പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. എഴുത്തുകാരനെക്കാളും കൃത്യതയോടെ അത് പറയാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ചർച്ച പോകാം. ഈ തത്വശാസ്ത്രത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. ആരാണ് ആദ്യം പറയാൻ വരുന്നത്? നിങ്ങൾക്കറിയാവുന്ന കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകളും അല്ലെങ്കിൽ വരികളും ഒക്കെ ആകാം. കഴിഞ്ഞ ക്ലാസ്സിന് ഇഷ്ടംപോലെ വളരെ സിമ്പിൾ, ഒരു വാക്കിലും വലിയ കവിതയും വലിയൊരു തത്വശാസ്ത്രവും ഒക്കെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് കുഞ്ഞുണ്ണി കവിതകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് ലക്ഷ്മൺ സാർ വളരെ മനോഹരമായിട്ട് അത് അവതരിപ്പിച്ചു. എനിക്ക് തോന്നുന്നു സാർ അത് ആസ്വദിച്ച് അവതരിപ്പിച്ചു എന്ന് പറയുമ്പോഴാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള ഇത് വരുന്നത്. ആരാണ് പറയുന്നത്? യെസ്, ടോമി സാർ പറയും. യെസ് സാർ, ഞാൻ പറയാം. ലക്ഷ്മൺ സാറ് ഈ നമ്മൾ ധാരാളം കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ എന്നുണ്ടെങ്കിലും ഒരിക്കൽ പോലും സാറ് പറയുന്ന പോലെ ഇത് നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുന്നില്ല, പറയാൻ കഴിയുന്നില്ല. അപ്പൊ അത്ര സുന്ദരമായിട്ട് സാറ് അവതരിപ്പിച്ചു. അതിനേക്കാൾ ഉപരിയായിട്ട് അതിനകത്ത് എന്താണ് അതിന്റെ ആശയം എന്നുള്ളത് സാറ് വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ചു തന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ശരിക്കും ആ കവിത കേൾക്കുമ്പോൾ ഇത്രയൊരു അതിന്റെ അർത്ഥവ്യാപ്തിയിലേക്ക് ഇത്ര വ്യാപ്തി അതിനുണ്ട്, അല്ലെങ്കിൽ കവി ഇത്രമാത്രം അതിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല. സാറിന്റെ അവതരണം എത്ര ഫാസ്റ്റ് ആണെങ്കിലും ഫാസ്റ്റ് ആണ് അതിന്റെ ആ പ്രാസം ഒപ്പിച്ചുള്ള ആ വാക്കുകളുടെ ഘടന. അതാണല്ലോ കുഞ്ഞുണ്ണി കവിതകളുടെ പ്രത്യേകത. അതേതാണേലും വളരെ സുന്ദരമായിട്ട് സാർ അവതരിപ്പിച്ചു. വളരെ സന്തോഷമുണ്ട് സാർ. ഞാനിത് വീണ്ടും വീണ്ടും കേട്ട് അത് കുറച്ചെങ്കിലും ഫോളോ ചെയ്യാൻ കഴിയുമോ എന്ന് ശ്രമിക്കുന്നതാണ്. താങ്ക് യു. താങ്ക്സ് അലോട്ട്. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഒരു ട്രെയിനിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ലക്ഷ്മൺ സാർ, ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ലക്ഷ്മൺ സാറിന്റെ ഈ കഴിവിനെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയത് തന്നെ. എത്ര മനോഹരമായി, പ്രത്യേകിച്ച് കുട്ടികളുമായിട്ടൊക്കെ ഡീൽ ചെയ്യുമ്പോൾ കുട്ടികളോടത് പറയാനും കുട്ടികളെ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഇത് സാധിക്കും എന്നുള്ളത് ഒരു വലിയ അവസരം ഇവിടെ തുറന്നെടുക്കാം, അല്ലെ? അതെ അതെ, തീർച്ചയായിട്ടും അതാണ് അതിന്റെ ഒരു വലിയ കാര്യം. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് കോട്ട് ചെയ്ത് വെക്കാനുണ്ട്, നമുക്ക് ഭാവിയിലേക്ക് ആവശ്യം വരും. സാറേ ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ സാർ. ഓക്കെ, സാറ് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റൂല, കാരണം നല്ലൊരു പ്രാക്ടീസ് ഉണ്ടായാലും അതിനുള്ള കഴിവുണ്ടായാലും മാത്രമേ ഈ നാവെളുക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ച് കഴിയുള്ളൂ. എല്ലാവർക്കും കഴിയാവുന്നില്ല. എല്ലാവരും പറഞ്ഞ മാതിരി ഹൃദയം സാറിനെ അഭിനന്ദിക്കുന്നു. മാത്രമല്ല, കുഞ്ഞുണ്ണി സാറിന്റെ ഈ കവിതകൾ എന്ന് പറഞ്ഞാല് പൊതുവെ സാഹിത്യം, കവിതകൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കടിച്ചാ പൊട്ടാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളെ അധികം ആളുകളും കവിതകൾ എഴുതലും അല്ലെങ്കിൽ സാഹിത്യ പുസ്തകങ്ങൾ എഴുതുക. അതേസമയത്ത് കുഞ്ഞുണ്ണി മാഷ് കവിതകളെ വളരെ ചെറിയ കുട്ടികൾക്കും സാധാരണക്കാർക്കും മനസ്സിലാവുന്ന ഭാഷയില്, അത് പെട്ടെന്ന് ദഹിക്കുന്ന ഭാഷയിലാണ്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്നതും വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞ് അവതരിപ്പിച്ചു. അതുകൊണ്ടാണ് എത്ര പെട്ടെന്ന് ഫേമസ് ആയി കുഞ്ഞുണ്ണി കവിതകള്. എല്ലാവരും പല പ്രസംഗത്തിലും പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ തന്നെ എല്ലാവരും അവതരിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് വളരെ രസകരമായ ഒരു അവതരണമായിരുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. ബർസാത് സാർ. സാർ, താങ്ക് യു സാബു സാർ. എന്തായാലും ലക്ഷ്മൺ സാർ ഇപ്പൊ രണ്ടാമത്തെ ആഴ്ചയിലും ആദ്യത്തെ ആഴ്ചയിനൊക്കെ കടത്തി വെട്ടിയിട്ടാണ് ഈ ആഴ്ചയിൽ ഇപ്പൊ എടുത്തേക്കണത്. അപ്പൊ ഞാനത് കഴിഞ്ഞ ആഴ്ചയോട് കൂടി സ്റ്റോക്ക് തീർന്നു. അപ്പം അതിലും ഞെട്ടിച്ചുകൊണ്ടാണ് ഈ ആഴ്ചയില് വന്നിരിക്കുന്നത്. അപ്പൊ ഈ കൊമ്പുണ്ട്, കൊമ്പില്ല വാലില്ല എന്നാലും എല്ലില്ലാത്തൊരു നാവുണ്ടെന്നും പറഞ്ഞുകൊണ്ട്
ഈ എല്ലില്ലാത്ത നാവ് കൊണ്ട് ഇങ്ങനത്തെ കവിത ആരും പാടലെന്ന് ആരും 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 ചൊല്ലില്ലെന്ന് ഓർത്തിട്ടാണ് കുഞ്ഞുണ്ണി മാഷാരും എഴുതിയത്. അപ്പൊ ഇങ്ങനെ സാറിന് നിന്റെ നാവിന് എല്ലില്ല, സാറിനെ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ചൊല്ലാൻ പറ്റും എന്നുള്ളത് തന്നെ ഇതിനകത്ത് കാണിച്ചു എന്ന് ഉള്ളതാണ്. അപ്പൊ കാരണം സാർ അത് പറയുമ്പോ നമ്മളൊന്നും ഉണ്ടല്ലോ വായിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ളൊരു അർത്ഥം ഇത്രയ്ക്ക് ഡീപ്പായിട്ടുണ്ടല്ലോ കിട്ടത്തില്ല. കാരണം അതിനകത്തുള്ളൊരു ആ പറയുന്നതിനകത്തുള്ള ഒരു ഫിലോസഫി എന്താന്നുള്ളത് സാർ അത് കറക്റ്റ് ആയിട്ട് ഉണ്ടല്ലോ വിവരിക്കുന്നുണ്ട്. പിന്നെ വെള്ളം തുറന്നു വിട്ടുപോലെ എന്തോ ഈ ഇടി വെട്ടിട്ടൊക്കെ മേഘവർഷം എന്നൊക്കെ പറഞ്ഞത് അങ്ങോട്ട് അടിച്ച് കീറി സാറങ്ങോട്ട് ഒരു നോൺ സ്റ്റോപ്പ് ആയിട്ട് അങ്ങോട്ടേക്ക് ഒരു ഇന്ററാക്ഷനും ഇല്ല, ഒന്നും ഇല്ലാണ്ട് മടിച്ച് കലക്കി എങ്ങനെ ഇങ്ങനെ പറ്റണമെന്നുള്ളത് തന്നെ നമുക്കത് അറിയത്തില്ല. വളരെ വളരെ നന്നായിട്ട് എടുത്തു സാർ. ആ ഒരു കവിത പറഞ്ഞല്ലോ, എന്താണ് സമയം സമയം കുറിക്കാറില്ല. കുറിക്കുന്ന അത് ഏത് കവിതയിൽ വരുന്ന സാറേ? അത് കുഞ്ഞിന് ഭാഷ കവിതയിൽ തന്നെ ഉള്ളതാ. സമയം ഇല്ല, കുറിക്കുന്ന അതിനകത്ത് പണിയാണ് ചെയ്യുന്നത്. ഏതിനകത്താന്ന് അറിയാം? ഏതിനകത്താന്ന് കുഞ്ഞുണ്ണി മാഷയുടെ ഒത്തിരി കവിതകളുണ്ടല്ലോ, അത് ഏതിനകത്താണ്? അത് ഈ പുസ്തകങ്ങളിലൊന്നും വന്നതല്ലാന്ന് തോന്നുന്നു. ചെറുപ്പം മുതലേ ഇത് എഴുതി വെച്ചിരുന്നതാണ്. സമയം കുറിക്കുന്ന മണി എന്നത് നുണ, സമയം കുറയ്ക്കുന്ന പണിയാണത് ചെയ്യൂ. അത് നേരത്തെ എഴുതി വെച്ചിരുന്ന ഞാൻ വായിച്ചു, അല്ലാതെ പുസ്തകത്തിൽ ഒന്നും കിട്ടിയതല്ല. എഴുതി വെച്ചിരുന്നല്ല. ഗൂഗിൾ അമ്മാവന്റെ അടുത്ത് ഉണ്ടാവുന്നു. ഗൂഗിൾ അമ്മാവനോ അല്ലെ ഗൂഗിൾ ദൈവമോ കിട്ടത്തില്ല, ചിലതൊന്നും കിട്ടില്ലല്ലോ. താങ്ക് യു സാർ. ചിന്തിക്കാൻ ഒത്തിരി ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞത് സാറ്. താങ്ക് യു. ഓക്കെ സാർ. തീർച്ചയായിട്ടും ഇനി നമ്മള് ജ്യോതികുമാർ സാർ പറയുമ്പോ വടകര വളവിലുള്ള ആ കാര്യം പറഞ്ഞേ പറയും. അതെ, വടകര വളവിൽ ജ്യോതികുമാർ സാറിന്റെ ഒരു പറച്ചില് തന്നെ ആയിരിക്കും അതൊരു. നോക്കാം, ജ്യോതികുമാർ സാർ അഡ്മിറ്റ് ചെയ്യും. സാർ വടകരക്കാരൻ. സാറേ, സാറിന് ഈ പറഞ്ഞ സമയം കുറിക്കുന്നതിനെ പറ്റിയൊക്കെ ഉള്ളത് കുഞ്ഞുണ്ണി കവിതകൾ എന്ന് പറഞ്ഞ ചെറിയൊരു ബുക്ക് ഉണ്ട്, എല്ലാം ചേർത്തുണ്ട്. കുറെ വെറൈറ്റി എല്ലാം ചേർത്തിട്ടുള്ള ഒരു കവിതാ ബുക്ക് കിട്ടും, അതിലുണ്ടാവും. പറഞ്ഞതെല്ലാം കുഞ്ഞുണ്ണി കവിതകൾ എന്നും പറഞ്ഞു. അതിലുണ്ടാവും. മറ്റത് പിന്നെ ഓരോരോ ബുക്കല്ലേ. അതല്ലാതെ എല്ലാം ചേർത്തിട്ടുണ്ട്. അതിൽ ഈ തരത്തിലുള്ള എല്ലാം കൂട്ടിച്ചേർത്തത് അതിൽ കാണാം. എന്തായാലും സാർ വളരെ ഗംഭീരം. ഇത് പറയുമ്പോൾ എനിക്ക് ഈ കുഞ്ഞുണ്ണി മാഷെ പറ്റി പറയുമ്പോൾ ഈ സാധാരണ നമ്മുടെ നാട്ടില് ഒരു തിക്കോടിയൻ ഉണ്ട്. തിക്കോടി എൻ്റെ നാട്ടിനടുത്താണ്, വടകരയിൽ. തിക്കോടിയൻ പുത്രി പറയും, ഞാനൊരു മലബാറിക്ക തിക്കോടിക്കാനാന്ന് പറയും. ഈ പഴയ കാലത്ത് നമുക്ക് ബ്രിട്ടാനിക്ക അമേരിക്ക എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ബ്രിട്ടാനിക്ക ഇന്നത്തെ ഗൂഗിൾ പകരം എന്തും റെഫർ ചെയ്ത് കിട്ടുന്ന ഒരു ബുക്കായിരുന്നു അത്, വലിയൊരു കട്ട ബുക്ക്. അന്ന് അതായിരുന്നു റെഫർ ചെയ്യുക നമ്മൾ. അപ്പോൾ അദ്ദേഹം അതിനെപ്പറ്റി അങ്ങനെയാ പറയാ. അതുപോലെ ഞാൻ അത്രക്കുള്ളൊരു എന്താ പറയണ്ടേ, മലബാറിക്ക എൻ്റെ നോളജ് ഈ ലെവലിലേക്കേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചുരുങ്ങുന്ന അല്ലെങ്കിൽ ആ ഒരു താഴ്മ പറയാറുണ്ട് തിക്കോടിയൻ. ഇത് സത്യം പറഞ്ഞാൽ ഈ പുസ്തകമൊക്കെ ഞങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, പക്ഷെ മറന്നു പോകുന്നു ഇതൊക്കെ. അതാണ് ഇതിന്റെ കുഴപ്പം. രസകരമാണെങ്കിൽ ആവശ്യത്തിന് കിട്ടില്ല. ഇത് കവിതയായിട്ട് കിടക്കുന്നേ ഉള്ളൂ സർ, വിശദീകരണം ഒന്നിനും ഇല്ലല്ലോ. കവിത എല്ലാത്തിലും പ്രിന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മളതായ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അത് ഏത് കാണാം, അതാണ് അതിന്റെ രസം. അതാണ് കൊടുക്കില്ലാത്തതാണെങ്കിൽ. പിന്നെ നിമിഷകവി 2 വരി കവിതകൾ ഇഷ്ടം പോലെയല്ലേ സർ. സേവനക്കാരെല്ലാം ജീവനക്കാരായ നാട് തൊട്ടി നാള് നാശമായി എന്ന് പറയുന്നുണ്ട്. ശരിയല്ലേ? അത് ഒരു കാലത്ത് രാഷ്ട്രീയക്കാരായിരുന്നില്ലേ? രാഷ്ട്രീയക്കാർ പണ്ട് സേവനമായിരുന്നില്ലേ? അവർക്കൊരു ജോലി വേണം. പിന്നീടാണ് അത് ഉണ്ടായി. ജീവനക്കാരായപ്പോ നാട് പോയി. രസത്തിലാണ് ഇങ്ങനെ പറഞ്ഞതും. അതുപോലെ തന്നെ 6-ഉം 4-ഉം 10-നെ പറ്റിയും സമയവും മരണത്തിന്റെ മുമ്പിൽ എല്ലാം ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞ പ്രധാനമന്ത്രിയും ഉറക്കം തൂങ്ങുമ്പോൾ. യെസ്, അതാണ്. അവർ സാധാരണ ഉറക്കമാണ് ആൾക്കാർ വിചാരിക്കുന്നത്, പക്ഷെ ആ ഉറക്കമല്ല. അതാണ് ആ ശവം എന്ന് പറയുമ്പോൾ അവിടെ ക്ലിയറായി. അതാണ് ആ സാറിന്റെ ഒരു മിടുക്കതാണ്, ലക്ഷ്മണൻ സാറിന്റെ. അല്ലെങ്കിൽ ഉറങ്ങുമ്പോഴും വേണമെങ്കിൽ ഒരു തരത്തിൽ വേണേ പറയാം, പക്ഷെ മരണമാണ്. അതെ, ലാസ്റ്റിൽ എല്ലാവരും ഒന്നാവുന്നു, അല്ലെ ഒരേപോലെ ആവുന്നു. അതാണ് കുടിയന്മാരെ പറ്റിയും. അങ്ങനെ രസകരം തന്നെ. എന്തായാലും നല്ല ലോകം ഒന്നായിരിക്കുന്നു അല്ലേ, കരള് കൊണ്ടല്ല എന്നുള്ളതാണ്. അതെ, വാക്കിനോളം തൂക്കമില്ല ഈ ഭൂമിക്ക് പോലും. അതൊരു ഭയങ്കര സ്റ്റേറ്റ്മെന്റ് അല്ലേ സാർ?
ഇതിന്റെ കനം എന്താണ്? വാക്കിന്റെ തൂക്കം ഭയങ്കര. അതെ, അതാ പറഞ്ഞു. ഈ നല്ല വാക്കിൻ മധുരമുണ്ണുന്നത് ഓതിയോൻ തന്നെയാണ്. ശരിയാ. സാധാരണ നമ്മളെ സുകുമാർ അഴീക്കോട് സാർ പറയാറുണ്ട്, ഒരു പ്രാസംഗികൻ പ്രസംഗം കേൾക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ വിവരം പ്രാസംഗികനാണ്. കാരണം അയാളാണല്ലോ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഓരോ പ്രസംഗം കൊണ്ടും ഓരോ പ്രാസംഗികനും വീണ്ടും വീണ്ടും ജ്ഞാനം കൂടി വരികയാണ് എന്ന് പറഞ്ഞതുപോലെ അതാണ്. ഓ, അതാ കത്തുന്നത് കേടും കെട്ടത് കത്തണമെന്നില്ല. എന്ത് രസമാണ് അതൊക്കെ. അതിനെയൊക്കെ എന്തൊക്കെ തരത്തിൽ കൊണ്ടുപോകാന്നറിയാം, പറയാണ്. ഓക്കെ, വളരെ നന്നായിട്ട് സാർ അത് അവതരിപ്പിച്ചു. അങ്ങനെ ലാസ്റ്റില് വടകര വളവും ആലത്തൂരെ പാലവും ഒക്കെ പറഞ്ഞു. എനിക്കുണ്ട് ലോകം, നമുക്കുണ്ടില്ല ലോകം. അതാണ്, എനിക്കുണ്ട് പക്ഷെ നമുക്കില്ല. അതാണ് സാർ പറഞ്ഞു വെച്ചു. വളരെ നന്നായിരുന്നു സാർ. വീണ്ടും ഇതുപോലത്തെ കവിതകളുമായിട്ട് വരിക. താങ്ക് യു സാബു സാർ. സാറേ, ഈ നമ്മുടെ യോദ്ധ എന്ന് പറഞ്ഞ സിനിമയിലെ പടകാളി എന്ന് പറഞ്ഞ് പക്ഷെ ആ പാട്ട് ലക്ഷ്മൺ സാർ പാടിയ ഒരു പാട്ടിന്റെ കറക്റ്റുള്ള സ്റ്റെപ്പുകളാണ് അല്ലേ? ആലത്തൂരിന്റെ ആ പാട്ടിന്റെ പാടി കേൾക്കട്ടെ, കാണാൻ അറിയാം. പടകാളിയുടെ അല്ലേ? ആലത്തൂർ സാർ എടുത്തു. അപ്പോഴത്തേക്ക് മോഹൻദാസ് സാർ പറയും. മോഹൻദാസ് സാർ സ്റ്റാർട്ട് ചെയ്യും. സാറേ, കുഞ്ഞുണ്ണി കവിത എത്രയും പെട്ടെന്ന് വായിച്ച് ജീവിക്കാൻ പഠിക്കണം എന്നാണ്. അതായത് ജീവിത എന്താ പറഞ്ഞാല് വഴികാട്ടിയായിട്ടാ മാറിയിരിക്കുന്നത്. നമുക്കതിന്റെ വളരെ ലളിതമായിട്ട് ഈവൻ കുഞ്ഞുങ്ങൾക്ക് പോലും അതിനൊന്നും അവരെ ആ വഴിക്ക് കൊണ്ടുവന്നാലേ അവര് പിന്നെ മനുഷ്യരായിട്ട് മാറുന്നത്. അതെ, കുട്ടികളാണ് ഇത് വരേണ്ടത്. കുട്ടികളാണ് വേണ്ടത്. അവർക്ക് ഇത് കൊടുത്ത് അവരുടെ മനസ്സിനെയും ആ ചിന്തയും ലളിതമായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നല്ല പൗരന്മാരായിട്ട് മാറും. അതൊന്ന് ശ്രമിക്കാനും ഞാൻ ഇതുണ്ട്. അനാവശ്യ മത്സരബുദ്ധി കുറഞ്ഞു കിട്ടും, ഇല്ലേ സാർ? അനാവശ്യ മത്സരബുദ്ധി കുറഞ്ഞു കിട്ടും. മാനുഷിക തത്വങ്ങൾ മനസ്സിലാക്കപ്പെടും അല്ലെ? പ്രകാശൻ സാർ കേൾക്കുന്നുണ്ടോ? പ്രകാശൻ സാർ കേൾക്കാം? കേൾക്കാം. പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു മേഖലയല്ല ഇത്. തത്വശാസ്ത്രവും ഒന്നും എനിക്ക് വഴങ്ങുന്നതല്ല. പിന്നെ സാധാരണ കുഞ്ഞുണ്ണി കവിതകൾ കേൾക്കുമ്പോ കുഞ്ഞുണ്ണി കവിതകൾ വളരെ സിമ്പിൾ അല്ലേ, ആർക്കും പെട്ടെന്ന് മനസ്സിലാവുന്നതേ ഉള്ളൂ എന്ന് തോന്നും. പക്ഷെ അങ്ങനെ മനസ്സിലാവുന്ന അല്ല എന്നുള്ളത് ഇപ്പൊ ലക്ഷ്മണൻ സാർ അവതരിപ്പിച്ചപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ, താങ്ക് യു. ശോഭന മാം. നമസ്കാരം സാബു സാർ. എന്താണ്, വളരെ രസകരമായിരുന്നു ലക്ഷ്മണൻ സാറിന്റെ അവതരണവും അതിനകത്തെ ആ തത്വചിന്തകളും ഒക്കെ എത്രയോ നമ്മുടെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അത് നമുക്ക് സാറത് ഇന്റർപ്രിറ്റ് ചെയ്തത് എത്ര ഭംഗിയായിട്ടാണെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. നമ്മളത് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളും സാറിപ്പോ പറഞ്ഞപ്പോൾ അത് വ്യക്തമായിട്ട് അത് നമുക്ക് ശരിയാണ് എന്ന് തോന്നിപ്പോയി. അപ്പൊ എന്തായാലും വളരെ നന്നായിരുന്നു. അതാ എന്താണ്, ലോകം ഒന്നായിരിക്കുന്നു, കരള് കൊണ്ടല്ല, കമ്പി കൊണ്ടല്ല, കമ്പിയില്ലാ കമ്പി കൊണ്ടാണ് എന്ന് പറയുമ്പോ നമ്മളിപ്പോ ഈ കമ്പിയില്ലാ കമ്പി യുഗത്തിൽ ജീവിക്കുമ്പോൾ അത് എത്ര നാളുകൾ മുമ്പ് എഴുതിയതാണെന്ന് ഓർക്കണം. അത് അതേ നേരത്തെ കണ്ട ആ ഉൾക്കാഴ്ച അതാണ് മനസ്സിലാകുന്നത്. അപ്പൊ അതുപോലെ ഓരോന്നും എന്നിലൂടെ നടക്കാനേ എന്റെ കാലിന് അറിയാവൂ. നമുക്ക് മറ്റൊരാളുടെ ചെരുപ്പോ മറ്റൊരാളുടെ കാലോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള മഹനീയമായ തത്വചിന്തകളെ വളരെ ഭംഗിയായിട്ട് സാർ അവതരിപ്പിച്ചു. സാർ ഇതിനകത്തൊരു PhD എടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും വളരെ നന്നായിരുന്നു. ഒത്തിരി സന്തോഷം. താങ്ക് യു. ഓക്കെ, അടുത്ത ആരാണ്? ശ്രീലേഖ ടീച്ചർ എന്തെങ്കിലും പറയുന്നോ? ഓമന മാം. ഞാൻ ഇപ്പൊ കേറിയതേ ഉള്ളൂ. നഷ്ടായിപ്പോയി. ഇനി വീഡിയോ റെക്കോർഡിങ് കണ്ടോളൂ. ഇതിനു മുമ്പ് സാറ് ഒരു ക്ലാസ് കൂടെ എടുത്തിരുന്നു. കുഞ്ഞുണ്ണി കവിതകൾ ഏറ്റവും സിമ്പിൾ. ആദ്യം നമ്മളെ ബാലപാഠമൊക്കെ പഠിപ്പിച്ചിട്ടാണ് പിന്നെ തത്വചിന്തയിലേക്ക് പോകുന്നത്. ഇനിയിപ്പോ എന്തായിരിക്കും ഞാൻ ആലോചിക്കുന്നത്. അടുത്തെന്തായാലും സാർ കുഞ്ഞുണ്ണി കവിതകളുടെ ഞാൻ അബ്സഡിറ്റി അല്ലെങ്കിൽ എന്താ അസംബന്ധ കവിതകൾ എന്നൊക്കെ പറഞ്ഞു ഉള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്, അത് നമുക്ക് എടുക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ആരോടെ? രഞ്ജിനി, റോയ് സാർ കേൾക്കുന്നുണ്ടോ? രമാവതി മാം, സ്നേഹലത. റോയ് സാർ പറയും.
ലക്ഷ്മൺ സാറേ, ഈ കുഞ്ഞുണ്ണി കവിതകൾ എന്നും പറഞ്ഞ് ഇടയ്ക്കൊക്കെ കുഞ്ഞുണ്ണി മാസ്റ്റർ കാണിച്ച് ചില ലൈനുകളൊക്കെ കണ്ടിട്ടുണ്ട്. ആ പവറുള്ള കണ്ണാടിയും വെച്ച് ദാടിയൊക്കെ ഇരിക്കുന്ന രൂപം ഞാനുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഇതുപോലെ അദ്ദേഹത്തിന്റെ കവിതകൾ അദ്ദേഹം ചൊല്ലണത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ അർത്ഥവത്തായ രീതിയിൽ ഉള്ള കവിതകൾ കേൾക്കുമ്പോൾ ഒരു സുഖം തോന്നും, ശരിയാണ്. പക്ഷെ ഇത്രമാത്രം കുഞ്ഞുണ്ണി കവിതകളിൽ റിസർച്ച് നടത്തിയ ഒരാളെ ആദ്യമായിട്ട് കാണിച്ചു. വളരെ അദ്ദേഹത്തിന്റെ കവിതകളെല്ലാം നർമ്മത്തിൽ ചാലിച്ചതാണ്. ഒന്ന്. രണ്ട്, ഏതവസരത്തിലും നമുക്ക് പ്രായോഗിക ജീവിതത്തിൽ പ്രയോഗിക്കാൻ പറ്റിയ വരികളാണ്. അപ്പൊ ഇപ്പോ ഒത്തിരി കാലം ചെയ്തിട്ട് കാലങ്ങൾ കുറയായി. പക്ഷേ അദ്ദേഹത്തിന്റെ കവിതകൾ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കേൾക്കുന്നെങ്കിലും ഇത്രമാത്രം അപകടമായി അവതരിപ്പിച്ച് കാണുന്നത് ആദ്യമായിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് നേരിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞാൻ അതിന്റെ ഇതുകൾ കേട്ടു, റെക്കോർഡിങ് കേട്ടു. അപ്പൊ അത് കേട്ടിട്ടാണ് ഇന്ന് എനിക്ക് സമയമില്ലായിരുന്നു എങ്കിലും ഞാൻ സാറിന്റെ കവിതകൾ കേൾക്കാനായിട്ട്. ഏതായാലും ഇത് ഒരു പ്രത്യേകം സാറിന് ആരോ പറഞ്ഞതുപോലെ കുഞ്ഞുണ്ണി മാസ്റ്റർ കവിതകളിൽ ഒരു ഡോക്ടറേറ്റ് എടുക്കാൻ പറ്റിയ സ്റ്റഡി നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ലക്ഷ്മണൻ സാർ. ഏതായാലും സാറിന്റെ ഈ വഴികള് കുറെയൊക്കെ എഴുതി വെച്ച് പഠിച്ച് സ്ഥാനത്ത് പ്രയോഗിക്കാനുള്ള ആഗ്രഹത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും സാറിന്റെ ക്ലാസ്സിന്റെ റിസൾട്ട് കിട്ടി തുടങ്ങി അല്ലേ? സ്നേഹരന്താവാൻ പറയും. അൺമ്യൂട്ട് ചെയ്തു. ഇല്ല, ചെയ്യാം. ഒരു വണ്ടി വരുത്താൻ വേണ്ടിട്ടിരിക്കുന്ന നോക്കിയാൽ റോഡിന്റെ പകുതി ബ്ലോക്ക് ചെയ്തിട്ട് കാണാൻ വയ്യല്ലേ. എപ്പോഴാണ് കുഞ്ഞിന്റെ കവിതകളൊന്ന് മാറിപ്പോയി. ഓക്കെ, രമാവതി മാം കേൾക്കുന്നുണ്ടോ? പറയൂ സാർ. തത്വചിന്തകൾ ഇത്രയും നർമ്മബോധത്തോടെ അവതരിപ്പിക്കാൻ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല. ഈ കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകളെല്ലാം വാങ്ങി വായിക്കണമെന്ന് തോന്നി ഇത് കേട്ടപ്പോ. ഞാൻ വളരെ കുറച്ചേ കേട്ടിട്ടുള്ളൂ. ഇപ്പോ ഒരുപാട് അതെല്ലാം കേൾക്കാൻ, കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കാൻ, കേട്ടാൽ അവർക്കും ഇഷ്ടപ്പെടുന്ന, അവർക്കും മനസ്സിലാകുന്ന ഒരുപാട് നല്ല ആശയങ്ങള് ഉണ്ട് എന്ന് മനസ്സിലായി. സാറിന് ഒരുപാട് നന്ദി. നമ്മുടെ മുത്തച്ഛന്റെ കവിത എങ്ങനെയുണ്ടായിരുന്നു? ശിവ പറയണേ. ശിവ ഒന്ന് റെഡി ആയിക്കോളൂ. രമാവതി മാം പറയൂ. സാറേ, സാബു സാറേ നമസ്കാരം. അതുപോലെ ലക്ഷ്മണൻ സാറേ, ഞാൻ സാറിനോട് ഒരു ചോദ്യമാണ് ആദ്യം ചോദിക്കുന്നത്. സാറ് കുട്ടികളെ ഇരുത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള കവിതകള് സ്കൂളിലോ അല്ലെങ്കിൽ വീട്ടിന്റെ അടുത്തുള്ള കുട്ടികളെ ഇരുത്തിക്കൊണ്ടോ ചൊല്ലാറുണ്ടോ? ചൊല്ലിയിട്ടുണ്ട്. കഴിഞ്ഞ വായനാ ദിനത്തില് ഞങ്ങള് കുടമാളൂർ സ്കൂളിലെ പ്രൈമറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചൊല്ലിയിട്ടുണ്ട്. ഞങ്ങൾ അവരോടൊപ്പം പാടി. അവരോടൊപ്പം പാടി. നമ്മളെ 20-10 മിനിറ്റേ ചോദിച്ചുള്ളൂ. അവർ അരമണിക്കൂർ തന്നു. പിന്നെ 1 മണിക്കൂർ ആക്കിക്കൊള്ളാൻ അധ്യാപകർ പറഞ്ഞു. ആകെ 10 മിനിറ്റേ തരുള്ളൂ എന്ന് പറഞ്ഞിടത്ത് ഞങ്ങൾ കയറി. അപ്പൊ എന്റെ കൂടെ മോഹൻ സാർ ഉണ്ടായിരുന്നു. എനിവേ, പിന്നെ പ്രകാശ് സാർ കഥ അവതരിപ്പിച്ചു. വായനാ ദിനത്തിൽ ഇത്തവണയും വേറെ പരിപാടികളുണ്ട്. ഏതെങ്കിലും നന്നായിട്ടുണ്ട് സാറേ. കാരണം കുട്ടികൾക്ക് ഇത് ശരിക്കും പറഞ്ഞാല് എല്ലാരും പറയുന്ന പോലെ തന്നെ ഈ കവിത 2 വരി എന്നെല്ലാം പറയുമ്പോ എല്ലാരും വിചാരിക്കുന്നത് 2 വരിയോ 4 വരിയുള്ള കവിത. പക്ഷെ അതിന്റെ അർത്ഥങ്ങളിലേക്ക് വരിയിൽ പോയിട്ട് അതിന്റെ അർത്ഥം നോക്കുമ്പോ ഉണ്ടല്ലോ സാർ, അത് വളരെ മഹത്തായിട്ടുള്ള കവിതകളാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഇതിൽ തന്നെ ആരോ സംസാരിച്ചോ, കുട്ടികൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കി കൊടുക്കണം. കാരണം എന്റെ അടുത്ത് ഇവിടെ ഇത്തിരി ഒത്തിരി എന്നുള്ളൊരു കുഞ്ഞുണ്ണി മാഷ കവിതകളും എല്ലാം ഉള്ള ഒരു ബുക്ക് ഉണ്ട്. നല്ലതാണ്. കാരണം ഞാന് മുമ്പ് ഒരു ദിവസം എടുത്തിട്ട് പേരമക്കൾക്ക് ഇത് വായിച്ചു കൊടുത്തു കുറച്ചിങ്ങനെ. കാരണം എളുപ്പത്തിൽ മനസ്സിലാവുമല്ലോ. ഇത് പിന്നെ ഇത്തിരി ഒത്തിരി എന്ന് പറയുന്ന ബുക്കാണ് സാറേ. ഇതാണ് ബുക്ക്. ഇത്തിരി ഒത്തിരി. ഇത്തിരി ഒത്തിരി. അപ്പൊ ശരിക്കും പറഞ്ഞാല് സാറ് ഇങ്ങനെ ഓരോന്നും ഇതില് വായിക്കുമ്പോണ്ടല്ലോ എനിക്കിങ്ങനെ അതിശയം തോന്നിപ്പോയി. കാരണം എന്തെങ്കിലും ഒരു ചെറിയൊരു വ്യത്യാസം വരുമോ അല്ലെങ്കിൽ ചെറിയൊരു തെറ്റ് സംഭവിക്കോ ഒന്നുമില്ല സാറേ. നല്ല രീതിയിലാണ് സാർ ഇത് അവതരിപ്പിക്കുന്നത്. എല്ലാരും പറയുന്ന പോലെ തന്നെ ഇതിൽ ശരിക്കും ഡോക്ടറിന്റെ പോലെ തന്നെ സാറ്. ഇതിലുള്ള 1-2 കവിതകൾ ഞാൻ ചൊല്ലാം സാറേ. തീവണ്ടി.
കൂകൂ കൂകൂ ശബ്ദത്തോടെ കുതിച്ചുപായും തീവണ്ടി, നീളം കൂടിയൊരുടലും പേറി കുതിച്ചുപായും തീവണ്ടി, ഭാരം കൂടിയതെന്തും പേറി കുതിച്ചുപായും തീവണ്ടി, ഇരുപാളത്തിൽ നിരയായി കുതിച്ചുപായും തീവണ്ടി, നാളുകൾ മാറിപ്പോകും തോറും ഫാഷൻ മാറും തീവണ്ടി. അതുപോലെ താറാവുണ്ട്. താറാവ്. പരന്ന ചുണ്ടൻ താറാവേ, പതിഞ്ഞ ചുണ്ടൻ താറാവേ, പരന്ന കാലൻ താറാവേ, പതിഞ്ഞ കാലൻ താറാവേ, നീളൻ തലയൻ താറാവേ, നീന്തി നടക്കും താറാവേ, പേക്രേം പേക്രേം പ്രാഗി പ്രാഗി കാറി നടക്കും താറാവേ. ഒന്നും ഒരു ഇതും കൂടി ചെല്ലാം സാറേ. കാരണം ഇതെല്ലാം സാറ് ഇതെല്ലാം ചെല്ലുമ്പോണ്ടല്ലോ നമുക്കും ഇതെടുത്ത് വായിക്കാൻ തോന്നും സാർ. അതാ അതിന്റെ വേറൊരു കഥ. സാർ ഇത് പറയുമ്പോ നമുക്ക് ഈ കവിതകളെല്ലാം എടുത്ത് വായിക്കാനുള്ള ഒരു പ്രേരണയാണ് ഇത് ശരിക്കും. എന്ത് കളി കഥകളി കണ്ടു മടങ്ങുന്നേരം അപ്പു ചിപ്പുവിനോട് തിരക്കി, കഥ കളിച്ചാൽ കഥകളി എങ്കിൽ കവിത കളിച്ചാൽ എന്ത് കളി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ശരിക്കും ഈ സാറ് പറഞ്ഞ പോലെ ഈ കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകളുടെ തത്വചിന്തകൾ എന്നുള്ള ടൈറ്റിലില് സാർ ഇത് ഒരു ബുക്കായിട്ട് പ്രസിദ്ധീകരിക്കുന്നത് എപ്പോഴും നല്ല. കാരണം അത് കൃത്യമായിട്ട് ആധികാരികമായിട്ട് സാറിനെ കുറിച്ച് പറ്റും. കേവലം ബുക്ക് എഴുതല്ല, അതിനകത്ത് കുറച്ച് ടൈറ്റിൽസ്, ഇതിന്റെ അർത്ഥവും അതിന്റെ തത്വചിന്തകളുടെ തലങ്ങളും കൂടെ കൂട്ടിച്ചേർത്ത് ഒരു ബുക്ക് സാർ പ്രസിദ്ധീകരിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. പറ്റുമെങ്കിൽ സാർ ഡോക്ടറേറ്റ് എടുത്തോളൂ, കുഴപ്പമില്ല. കാരണം അത് സാറിന്റെ ചിന്താഗതികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് തന്നെയല്ല സാറ് ഇത് പൂർണ്ണമായിട്ട് ഇതിനെ ഉൾക്കൊണ്ടിട്ടുമുണ്ട്. ഓക്കെ, പിന്നെ ആരാണ് വരുന്നത്? ശ്രീലേഖ ടീച്ചർ. നമസ്കാരം. ഞാന് കേട്ടു, ഇടയ്ക്ക് ഇങ്ങനെ വിട്ടുപോയി കുറെ മൾട്ടി ടാസ്കിങ്, വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ, ഹസ്ബൻഡിന് ഇത്തിരി വയ്യാത്തോണ്ടൊക്കെ. അപ്പൊ എങ്കിലും ഞാനിത് ഓഫ് ആക്കിയില്ല. കാരണം അതിങ്ങനെ കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ശരിക്കും ഈ കുഞ്ഞുണ്ണി മാഷിനെ പറ്റി പറയാറുണ്ടല്ലോ, പൊക്കമില്ലാത്തതാണ് എന്റെ പൊക്കമെന്ന്. ശരി, അത് തന്നെയാണ്. അദ്ദേഹം പൊക്കമില്ലാതെ, എന്നാൽ ഈ വളരെ ഇവിടെ പലരും പറഞ്ഞതുപോലെ വളരെ കുറഞ്ഞ വരികളില് ഭയങ്കര ഡെപ്തുള്ള ആഴമുള്ള കാര്യങ്ങളെയാണ് പ്രതിപാദിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടിത്തമുള്ള കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഏത് രീതിയിലും ഇടപെടാനുള്ള ഒരു കഴിവും ആ ഒരു കുഞ്ഞുണ്ണി എന്ന് പറയുന്ന പേര് പോലെ തന്നെ കുഞ്ഞു മക്കൾക്കും ഒപ്പം തന്നെ വളരെ ആന്തരികമായ വലിയ വലിയ ദർശനങ്ങൾ ഒളിപ്പിച്ചു വെച്ച അങ്ങനെയുള്ള കുഞ്ഞു കവിതകളിലൂടെ അതും നമുക്ക് തരുന്ന, അല്ലെങ്കിൽ അത് ശരിക്കും സാറ് പറഞ്ഞത് സത്യം തന്നെയാണ്. ലക്ഷ്മണൻ സാർ അത്രയും കാച്ചിക്കുറുക്കി എല്ലാം മനസ്സിലാക്കി വെച്ചിട്ട് അത് അവതരിപ്പിക്കുമ്പോൾ അതൊരു പുസ്തകമായിട്ട് വന്നാല് വലിയ ക്ലാസ്സുകളിലെ, എനിക്ക് തോന്നുന്നു LP ക്ലാസ്സുകളിൽ ഇത് അത്ര കുഞ്ഞു മക്കൾക്ക് അത്ര പിടുത്തം കിട്ടത്തില്ല. വലിയ കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങളല്ല, വലിയ വലിയ മക്കൾക്ക് ഹൈസ്കൂൾ ക്ലാസ്, ഡിഗ്രി, ഇനി അതിനപ്പുറം വലിയ എന്ന് പറഞ്ഞാൽ അതൊരു വലിപ്പ ചെറുപ്പത്തിനപ്പുറം കാര്യങ്ങളെ മനസ്സിലാക്കാൻ ഒരുപാട് ഉപകരിക്കും. ഒരു പുസ്തകം അങ്ങനെ പ്രസിദ്ധീകരിക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. വരും തലമുറയ്ക്കൊക്കെ അത് ഒരുപാട് ഉപകരിക്കും. താങ്ക് യു സോ മച്ച്. അത് LPക്കും UPക്കും ഹൈസ്കൂളിനും എല്ലാത്തിനും പറ്റിയ ഒത്തിരി സെഷൻസ് ആയിട്ട് സാധനം ഉണ്ട്, ആർക്കും പറ്റുന്നത്. അപ്പൊ ഞങ്ങള് ഒരു എക്സ്പീരിയൻഷ്യൽ കരിയർ ഗൈഡൻസ് പ്രോഗ്രാം കഴിഞ്ഞ U3യുടെ ഭാഗമായിട്ട് 5 ദിവസത്തെ പ്രോഗ്രാം നടത്തി. അപ്പൊ അതിനകത്ത് വൈസ് ചാൻസലർ ഇരിക്കുന്ന വേദിയിൽ സാർ ലക്ഷ്മണൻ സാർ കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകളാണ് കുട്ടികൾക്ക് ചൊല്ലിക്കൊടുത്തത്. അതുപോലെ ആ പ്രോഗ്രാം നടക്കാൻ നേരത്ത് പ്രോഗ്രാമിന്റെ ഒരു ദിവസം 1 hour മുഴുവൻ ലക്ഷ്മണൻ സാർ ഈ കവിതകൾ തന്നെ, അത് കുട്ടികൾക്ക് ഏറ്റുചൊല്ലാൻ പറ്റും എന്നുള്ളതാണ് എന്റെ പ്രത്യേകത. ആ താളവും ആ ലയവും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഏറ്റുചൊല്ലുമ്പോൾ സത്യം പറഞ്ഞ ഒരു എൻജോയ്മെന്റ് തന്നെയാണ്. അപ്പൊ അത് അങ്ങനെയാണ് ലക്ഷ്മണൻ സാറിന് നമുക്ക് കിട്ടിയതും. വളരെ സന്തോഷകരമായ 2 ക്ലാസ്സുകളിലൂടെ തീർച്ചയായിട്ടും അപ്പൊ സാറിന് ഇതുപോലത്തെ ഒത്തിരി കഴിവുകളുണ്ട്, തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗപ്പെടുത്താം. വേറെ ആർക്കെങ്കിലും? സാറേ, ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാനില്ലേ, കുഞ്ഞു മക്കൾക്ക് ഞാൻ ഇങ്ങനെ പാടിക്കൊടുക്കുമായിരുന്നു. 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വരെ ഈ ഒരു ആയി ഠായി മിഠായി തിന്നപ്പോൾ ഇഷ്ടായി എന്നിട്ട് ഇങ്ങനെ തിന്നു കഴിഞ്ഞാൽ അപ്പൊ കുട്ടികൾ കഷ്ടായി എന്ന് പറയും. അത് സത്യമാണ്, അത് അവരെ അനുഭവിച്ചറിയുന്ന പോലെ. താങ്ക് യു സാർ. അപ്പൊ പിന്നെ കൊച്ചുമോളും കൂടെ പറയൂ. ശിവ് കേൾക്കാവോ? ശിവ് കേൾക്കുന്നുണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു പാട്ടൊക്കെ? അച്ഛൻ വളരെ നന്നായി ചെയ്തു.
നാക്കുളുക്കിയ വാക്കുകളും അച്ഛൻ വളരെ സ്പീഡിൽ പറഞ്ഞ് അടിപൊളിയായിട്ട് ചെയ്തു. എനിക്ക് അച്ഛൻ കുറച്ച് ദിവസം അച്ഛൻ ഇതൊക്കെ പറഞ്ഞു തരാറുണ്ട്. ഓക്കെ, അച്ഛനോട് പറഞ്ഞിട്ട് ഒരു ബുക്കായിട്ട് ഇതെല്ലാം എഴുതിപ്പിക്കണം കേട്ടോ. എന്നിട്ട് മോള് ഇത് കറക്റ്റ് ആയിട്ട് സ്കൂളുകളിലൊക്കെ നല്ല മനോഹരമായിട്ട് പാടുകയും അതുപോലെ തന്നെ അത് പറഞ്ഞ് കൂട്ടുകാരോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയും കൊടുക്കും കേട്ടോ. ഓക്കെ, വേറെ ആർക്കെങ്കിലും നാഷ് എന്തെങ്കിലും പറയുന്നു? ജോർജ് ഫിലിപ്പ്, മനോജ് ഇപ്പൊ വന്നുള്ളൂ. സോമശേഖരൻ സാർ, സോമശേഖരൻ ബി പിള്ളൈ. സോമശേഖരൻ സാർ കേൾക്കുന്നുണ്ടോ? പറയൂ സാർ. ഉറങ്ങി എണീറ്റപ്പോൾ ഞാൻ എന്നെ കണ്ടില്ല. അത് എമോന്നന്റെ ഐഡന്റിറ്റി, ലോസ് ഓഫ് ഐഡന്റിറ്റിയിൽ വന്ന് നിന്നോ എന്ന് എനിക്കൊരു സംശയം. ഇച്ചിരൂടെ മുന്നോട്ട് പോകാമായിരുന്നു. ഒരു എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫിയുടെ ഒരു ദർശനം അതിനകത്തില്ലേ? നമ്മുടെ കഫ്കായുടെ മെറ്റമോർഫോസിന്റെ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്, ഞാൻ ഉണർന്നെണീറ്റപ്പോൾ ഒരു വലിയ പാറ്റയായി മാറി എന്നാണ്, എന്നുള്ള ഒരു എക്സിസ്റ്റൻഷ്യൽ ഒരു ആങ്സ്റ്റ് ആ വരിയിൽ ഇല്ലേ എന്ന് എനിക്കൊരു സംശയം. മെറ്റമോർഫോസിസ് പോലെ. ശരിയാ സാർ പറഞ്ഞു. അടുത്തൊരു തലമാണത്. എക്സിസ്റ്റൻഷ്യൽ എന്ന് വെച്ചാൽ അതിന്റെ അപ്പുറത്തേക്ക് ഒരു തലം ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ ആ തലത്തിലും ഇതിന്റെ മീനിങ്സ് ഉൾക്കൊള്ളുന്നു എന്നർത്ഥം. വളരെ നന്നായിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക് യു ലക്ഷ്മൺ സർ. നന്നായിട്ട് പ്രസന്റ് ചെയ്തു. അപ്പൊ എല്ലാ സൺഡേകളിലും നമുക്കിവിടെ ഇതുപോലെ മ്യൂസിക് തെറാപ്പിയുടെ ക്ലാസ് ഉണ്ട്. ഒന്ന് ലക്ഷ്മൺ സാർ എടുക്കും, അല്ലെങ്കിൽ ജോസഫ് ജോൺ സാർ എടുക്കും. നമ്മളെല്ലാവരും പാട്ടൊക്കെ പാടാറുണ്ട്. ഇന്നിപ്പം കൂടുതൽ ലക്ഷ്മൺ സാറാണ് പാടിയെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ നമ്മളെല്ലാവരും പാടാറുണ്ട്. അപ്പൊ ഇനി അടുത്ത ക്ലാസ് വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സ്വല്പം കൂടെ ഗൗരവമായിട്ട് കുഞ്ഞുണ്ണി കവിതകളെ ഒന്ന് മനസ്സിലാക്കി പാടാൻ റെഡിയായിട്ട് തീർച്ചയായിട്ടും വരണം. തീർച്ചയായിട്ടും സാർ റെഡിയായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അനൗൺസ് ചെയ്യാം. പണം റെഡിയാണെങ്കിൽ ഞാനത് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് നമ്മൾ സാധാരണ മ്യൂസിക് തെറാപ്പിയുടെ ക്ലാസ് എടുക്കുന്ന പോലെ നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാം. അപ്പൊ ഞാനത് എഴുതി തയ്യാറാക്കണം, റെഡിയാക്കണം. അതെ സാർ ചെയ്യണം, അതൊക്കെ ഞാൻ ചെയ്തു തരാം. സാർ എനിക്ക് സ്ക്രീൻ ഡിസ്പ്ലേ ചെയ്ത് അങ്ങനെ നേരത്തെ എല്ലാവർക്കും പാടാം. യെസ് യെസ്, അത് തന്നെയല്ല, അത് പ്രയോജനകരമാവും. എല്ലാവർക്കും അത് പഠിക്കാനും അത് ഒരു പ്രാവശ്യം പാടി എന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കോൺഫിഡൻസ് വളരെ കൂടി. അത് പൊതുവേദിയിൽ പാടുമ്പോൾ നമുക്ക് എപ്പോഴും അതിന്റെ പവർ കൂടും. ആ പവർ പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ കെടാതെ അങ്ങ് സൂക്ഷിക്കാം. അപ്പൊ അത് പ്രയോജനകരമാവും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്ന് പുതുതായിട്ട് വന്ന എല്ലാ അതിഥികൾക്കും പ്രത്യേകം നന്ദി. എല്ലാ ദിവസവും നമുക്ക് വൈകുന്നേരം 7 മണിക്ക് പ്രോഗ്രാം ഉണ്ട്. പ്രോഗ്രാംസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഞായറാഴ്ച മ്യൂസിക് തെറാപ്പിയുടെ അല്ലെങ്കിൽ കവിതകളുടെ ഭാഗമാണെങ്കിൽ തിങ്കളാഴ്ച നമ്മൾ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളായിരിക്കും. ചൊവ്വാഴ്ച സ്റ്റോറി തെറാപ്പിയാണ്. കഥയിലുമുണ്ടൊരു കാര്യം, കഥകളിലെ മൂല്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു ഏരിയകളാണ്. ബുധനാഴ്ച മൈൻഡ്ഫുൾനെസ് ആണ്. വ്യാഴാഴ്ച ഹെൽത്ത് ആണ്, ഹോളിസ്റ്റിക് ഹെൽത്ത്, സമഗ്ര ആരോഗ്യത്തെ കുറിച്ചുള്ള ക്ലാസ്സുകളായിരിക്കും. വെള്ളിയാഴ്ച നമുക്ക് തിരുക്കുറൾ, മോഹൻദാസ് സാറ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. തിരുക്കുറളിന്റെ രഹസ്യങ്ങൾ, അത് തമിഴ്നാടിന് കൊടുത്ത രഹസ്യങ്ങൾ നമ്മൾക്കും കൂടെ മനസ്സിലാക്കിയെടുക്കുക, അല്ലെങ്കിൽ ലോകത്തിന് മുഴുവനുള്ള രഹസ്യങ്ങളാണ്. അതിനെ മോഹൻദാസിലൂടെ കേൾക്കുക. അതുപോലെ തന്നെ ശനിയാഴ്ചകളിൽ നമ്മൾ പൊതുവെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞായറാഴ്ച ആസ് യൂഷ്വൽ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ദിവസവും പ്രോഗ്രാംസ് ഉണ്ട് 7 മണിക്ക്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരാം, ഷെയർ ചെയ്യാം. എല്ലാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അന്ന് തന്നെ നിങ്ങൾക്ക് യൂട്യൂബിലും കാണാം. ഡോക്ടർ സാബു കേരളം എന്നുള്ള യൂട്യൂബ് ചാനൽ ഒന്ന് ശ്രദ്ധിച്ചാൽ. അപ്പൊ ഇന്ന് വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹം അറിയിക്കുന്നു. ലക്ഷ്മൺ സാറിന് ഒരിക്കൽ കൂടി വളരെ മനോഹരമായി, ഇത്ര ക്രിയേറ്റീവായിട്ട് സാറിന്റെ ഉള്ളിൽ ഒരു കുട്ടി ഉണ്ട് അല്ലെ, ഒരു എനർജറ്റിക് ആയിട്ടുള്ള കുട്ടി ഉണ്ട് മനസ്സിലാക്കി കിട്ടുന്ന രീതിയിലാണ് സാറിന്റെ പെർഫോമൻസ്. ഇത്രയും പോരാ, സ്വല്പം കൂടെ നമ്മളും കൂടെ കൂടിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് സാർ അത് തീർച്ചയായിട്ടും അടുത്ത ക്ലാസ് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് പാട്ടുകളെല്ലാം ഡിസ്പ്ലേ ചെയ്ത് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പാടാം. യെസ് യെസ്, തീർച്ചയായും ഷുവർ, തീർച്ചയായും നമുക്ക് ചെയ്യാം. സാർ ഒന്ന് പ്രിപ്പയർ ചെയ്തു, പാട്ടുകൾ തന്നാൽ മതി, ഞാൻ എല്ലാം PPT ആക്കി റെഡിയാക്കാൻ ഞാൻ പ്ലേ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു വൺസ് അഗൈൻ ലക്ഷ്മൺ സാർ ഒരിക്കൽ കൂടി
പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദി. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ കവിതകളോ പാട്ടുകളോ കഥകളോ ഒക്കെ പറയണമെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് വിളിക്കുക. ലക്ഷ്മൺ സാറിന്റെ നമ്പറുണ്ട്, അല്ലെങ്കിൽ എന്റെ ഡയറക്റ്റ് നമ്പറിൽ തന്നിരിക്കുന്ന ലിങ്കിൽ നമ്പറുണ്ട്. ആ ലിങ്കിൽ മുഖാന്തരം എന്നെ ഒന്ന് വിളിച്ചാൽ മതി. നമുക്ക് ഏത് ടൈപ്പ് ടോപ്പിക്കുകൾ നമുക്ക് എടുക്കാം. ഇതുപോലെ നമുക്ക് ഇതൊരു പബ്ലിക് അവയർനെസ് ഏരിയ ആണ്. എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് അവബോധം കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ അറിവുകളെ വളരെ ഫ്രീ ആയിട്ട് നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1766 ദിവസമാണെന്ന്. അപ്പൊ നമ്മൾ അങ്ങനെ നിസ്വാർത്ഥമായിട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് അതിന്റെ കൂടെ പങ്കാളികളാകാം. സോ താങ്ക് യു സർ, വൺസ് അഗൈൻ. ലക്ഷ്മൺ സർ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്.